ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? മിസ് ഇന്ന് കുറച്ചൊന്ന് ലേറ്റ് ആയി പോയാലും കുഴപ്പമില്ല. ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ മിസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും ഒരു ഹായ് ഒക്കെ പറഞ്ഞ് വന്നേ. നകുല് പറഞ്ഞിട്ടുണ്ട് ഗുഡ് ഈവനിങ് മാം എന്നൊക്കെ പറഞ്ഞിട്ട് നകുല് വന്നിരുന്നു. അപ്പോൾ മിസ് കുറച്ചൊന്ന് ലേറ്റ് ആയി പോയതാണ്, സോറിടാ. നകുല് വന്നു, ഫാത്തിമ വന്നു, കുട്ടികളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഒരു ഹായ് ഒക്കെ പറഞ്ഞു. കൊഞ്ചം ലേറ്റായി പോയാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൻ്റെ എല്ലാ പോർഷൻസും എല്ലാ ക്വസ്റ്റ്യൻസും പോസിബിൾ ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് സെറ്റായിട്ട് മാത്രമേ ഇന്ന് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു തംസപ്പ് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ മാരത്തോണിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ആണെങ്കിൽ നീതു വന്നിട്ടുണ്ട്, ഹായ്. നകുൽ ഹായ്, ഫാത്തിമ ഹലോ, എല്ലാവർക്കും ഹായ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ആ ദിവസം. ഇംഗ്ലീഷ് +2 ഇംഗ്ലീഷിൻ്റെ ഫൈനൽ മാരത്തോൺ എത്തിയിരിക്കുകയാണ്. നാളെ നമുക്ക് ബൂസ്റ്റർ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരെ മക്കളെ നമ്മൾ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മിസ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്. മിസ്സ് പറഞ്ഞു ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് നല്ല ഉഷാറാക്കണം. ഓക്കെ, എല്ലാവരും വരുന്നുണ്ട്, സ്വാതിയൊക്കെ വരുന്നുണ്ട്. ഫുൾ ലെസൺസ് ഉണ്ട്. യൂണിറ്റ് 1, 2, 3, 4 ഉണ്ട്. നമ്മൾ യൂണിറ്റ് 1, 2, 3 ആണ് കഴിഞ്ഞ മാരത്തോണിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് യൂണിറ്റ് 4ഉം അതേപോലെ പോസിബിൾ ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ സ്വാതി ചോദിച്ചതാണ് അത്. ഓക്കെ, തംസപ്പ് ഒക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മക്കൾ ഓർമ്മയുണ്ടോ ലാസ്റ്റ് ടൈം നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്? ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഏതായിരുന്നു? യൂണിറ്റ് 1ൽ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? കൂടുതലും വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചുള്ളതായിരുന്നു അല്ലേ? വി ആർ റെഡി. ഫാത്തിമയും പറഞ്ഞിട്ടുണ്ട് വി ആർ റെഡി. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, ഇനി നമുക്ക് സമയം കളയാനില്ല, യുദ്ധം തുടങ്ങായി. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 1ലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ആയിരുന്നു അല്ലേ? ആൻഡ് വിച്ച് വാസ് ബൈ ക്രിസ്റ്റൻ ലഗാർഡിൻ്റെ ആൻഡ് വിച്ച് ബേസിക്കലി ഡെൽ വിത്ത് മെയിൻലി 3 L's. എന്തൊക്കെയാണ് ആ 3 L's എന്ന് പറയുന്നത്? ലേണിംഗ് ഉണ്ട്, ലേബർ ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്. സ്ത്രീകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സൊസൈറ്റിയുടെ ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ്? ലേണിംഗ്, എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞ് ലേബർ, ജോലി നേടിക്കൊടുക്കണം. അത് കഴിഞ്ഞ് ലീഡർഷിപ്പ് ക്വാളിറ്റീസും എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. നേത്ര മിസ്സേ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് എനി വുമൻ എന്ന് പറഞ്ഞിട്ട് കാതറിൻ ടെന്നൻ്റെ പോയം പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൽ മെയിൻലി ഡിസ്കസ് ചെയ്തത്? ഇന്ത്യയിലെന്നല്ല, ആഫ്രിക്കയിലൊന്നല്ല, അമേരിക്കയിലൊന്നല്ല, സ്ത്രീകളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ദ സെയിം ആണ്. ആൻഡ് വി കനോട്ട് റീപ്ലേസ് ദർ ഡ്യൂട്ടീസ് അല്ലേ? വേറെ ഒന്നും കൊണ്ടും ആരെയും കൊണ്ടും അവർ ചെയ്യുന്ന ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ വി ഹാവ് മാച്ച് ബോക്സ് അല്ലേ? ആരാണ് എഴുതിയത്? ആശപൂർണ ദേവിയുടെ ആണ്. ആൻഡ് മെയിൻലി 2 ക്യാരക്ടേഴ്സ്, നമ്മുടെ നോമിതയുടെ എന്താണ് ഈ തീപ്പട്ടിക്കൂടിൻ്റെ ജീവിതം പോലെ, എരിഞ്ഞടങ്ങുന്ന ജീവിതം പോലത്തെ ഒരു സ്റ്റോറിയൊക്കെ അജിത്വമായിട്ടുള്ള ലഹളയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫണ്ണായിട്ട്. ദെൻ ഹൊറഗല്ലു ബൈ സുധാമൂർത്തി. എന്താണ് ഹൊറഗല്ലു? ചുമടുതാങ്ങി എന്ന് പറയും അല്ലേ? എങ്ങനെയാണോ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ആൾക്കാരുടെ ഭാരം ചുമക്കുന്നത് ഹൊറഗല്ലൂസ്, അതേപോലെ നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സിൽ കിടന്നിങ്ങനെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് വരുന്ന ചിന്തകളൊക്കെ മാറ്റിവെച്ച് വളരെ കാമായിട്ട് ലിസൺ ചെയ്യാനായിട്ടുള്ള ഹ്യൂമൻ ഹൊറഗല്ലൂസ് നമ്മളാകണം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിരുന്നു അത്. ഓക്കെ, ദെൻ വി ഹാവ് മെയിൻറ്റിംഗ് വോൾസ്. നകുൽ ഗുഡ് ഈവനിങ് പറഞ്ഞു വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ്. ഓക്കെ, മെയിൻറ്റിംഗ് വോൾസ് ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. നമ്മുടെ ഭൂമിയിൽ എന്തിനാണ് ഈ വോൾസ് ഉണ്ടാക്കുന്നത് അല്ലേ? ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആൾക്കാരുടെ ഇടയിൽ പോലും ഇതേപോലെ വോൾസ് എന്തിനാ കെട്ടിത്തൂക്കുന്നതെന്നുള്ള രീതിയിലുള്ള ഒരു കണ്ണ് തുറപ്പിക്കുന്ന പോയമായിരുന്നു റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെയിൻറ്റിംഗ് വോൾസ്. ദെൻ അമിഗോ ബ്രദേഴ്സ് ആരാണ് എഴുതിയത്? പിരി തോമസ് ആണ്. മെയിൻലി 2 ക്യാരക്ടേഴ്സ് ആണ്. 2 ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആന്റോണിയോ ക്രൂസും ഫെലിക്സ് ബർഗാസിൻ്റെയും 2 പേരുടെയും ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ്. 2 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവർ 2 പേരും കൂടെ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഫേസ് ടു ഫേസ് ഇങ്ങനെ നിൽക്കുന്നുള്ള ഒരു അവസ്ഥ. അവസാനം വിന്നറിനെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ അവർ കയ്യും പിടിച്ച് നടന്നു പോകും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് മറ്റേ BGM പോടായിരുന്നു അല്ലേ? മനസ്സിനും മറയില്ല എന്ന് പറഞ്ഞിട്ടുള്ള BGM ഒക്കെ നമുക്ക് പോടായിരുന്നു, സെറ്റാക്കായിരുന്നു നമുക്ക്. ഓക്കെ, അതായിരുന്നു അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ദി അവർ ഓഫ് ട്രൂത്ത് ആൻഡ് പെർസിവൽ വൈൽഡിൻ്റെ ആണ് മിസ്റ്റർ ബോൾവിൻ. അയാളുടെ ഓണസ്റ്റിക്ക് കിട്ടുന്ന റിവാർഡും അതുപോലെയുള്ള സ്റ്റോറീസും ഒക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ യൂണിറ്റ് 3ലേക്ക് വരുമ്പം കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൂടി കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ,
ത്രീ വീൽ റെവല്യൂഷൻ ആണ്. ഇർഫാൻ ആലമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. എങ്ങനെയാണ് അദ്ദേഹം ഓട്ടോ ഡ്രൈവേഴ്സിനെ മീറ്റ് ചെയ്തത്, പിന്നെ സമ്മാൻ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്, ഓട്ടോ ഡ്രൈവേഴ്സെയും അവരുടെ ഫാമിലിയെയും ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്തു, അതൊക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ വി ഹാവ് ദീദി. ശരിക്കും നമ്മുടെ ചേച്ചിയായിട്ടുള്ള ഷഹീൻ മിസ്രിയുടെ സ്റ്റോറി നമ്മൾ വായിച്ചു. പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ദെൻ സ്റ്റാമർ വിച്ച് ഈസ് ഓൾസോ ആൻ ഐ ഓപ്പണർ അല്ലേ, ഒരു നല്ല പോയമാണ് സച്ചിദാനന്ദൻ്റെ. ഇത്രയുമാണ് യൂണിറ്റ് 1, 2, 3 നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ പോസിബിൾ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വരാൻ പോകുന്നതാണ് യൂണിറ്റ് 4 വിച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് അല്ലേ. +2 നാളത്തെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിൽ ഒന്നാണ് യൂണിറ്റ് 4. അതിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. എല്ലാവരും റെഡി ആണോ, സെറ്റ് ആണോ? എന്നാൽ പിന്നെയും ഒരു തംസപ്പ് ഇട്ടേ കാണട്ടെ മിസ്. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് 4ലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് ബൈ വാങ്കരി മത്തായി അല്ലേ. വാങ്കരി മത്തായിയുടെ സ്പീച്ചാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൂ ഇസ് വാങ്കരി മത്തായി? ആരാണ് വാങ്കരി മത്തായി? വാങ്കരി മത്തായി എന്ന് പറയുന്നത് കെന്യൻ എൻവയോൺമെൻറ്റൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. കെന്യയെ ബേസ് ചെയ്തിട്ടുള്ള എൻവയോൺമെൻറ്റ് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ആലോചിക്കാനുള്ളത്? ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ. കേട്ടോ, ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു റിസീവ് ദ നൊബേൽ പ്രൈസ് ആണ്. ആദ്യത്തെ ആഫ്രിക്കയിൽ നിന്ന് നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ വുമൺ ആണ്. ആൻഡ് അവരുടെ നൊബേൽ പ്രൈസ് കിട്ടിയപ്പോൾ പറഞ്ഞ അക്സെപ്റ്റൻസ് സ്പീച്ചാണ് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം അല്ലേ. ഓക്കെ, വാണിയൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട്, നസ്രീൻ റെഡി ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ സമ്മറി എന്താണ്? ആ സ്പീച്ചിൻ്റെ നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ച് ആയിട്ടുള്ള വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മെയിൻ സമ്മറി എന്ന് പറയുന്നത് വാങ്കരി മത്തായി ബിലീവ്ഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് സ്മോൾ ആക്ഷൻസ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അല്ലെ, ചെറിയൊരു ആക്ഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ചെറുതല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് കരുതിയിട്ട് മാറ്റി നിർത്തുകയല്ല, അതും നമ്മൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യാണ് വേണ്ടത്. കാരണം പല ചെറിയ ആക്ഷൻസ് ആണ് ഭാവിയിൽ വലിയ ആക്ഷൻസ് ആയിട്ട് മാറുന്നത് അല്ലേ. സോ ഷീ സെഡ് ദാറ്റ് ഈവൻ ദ ലിറ്റിൽ തിങ്സ് ഈച്ച് പേഴ്സൺ ഡസ് ക്യാൻ ആഡ് അപ്പ് ടു മേക്ക് അപ്പ് എ ബിഗ് ഡിഫറൻസ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു ചെറിയ ആക്ഷൻ ആയിരിക്കും നമ്മുടെ ഭൂമിക്ക് വേണ്ടിയിട്ട്, പക്ഷെ അതൊരു വലിയ ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. ഷീ കമ്പയർഡ് ഇറ്റ് ടു പ്ലാന്റിംഗ് എ സ്മോൾ ട്രീ, ഷോയിങ് ഹൗ മെനി സ്മോൾ ആക്ട്സ് ക്യാൻ റിക്രിയേറ്റ് എ സിഗ്നിഫിക്കൻറ്റ് പോസിറ്റീവ് ചേഞ്ച്. എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തൈ നടുമ്പോഴല്ലേ, ഒരു തൈ നടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ഇന്നിപ്പോൾ ഒരു തൈ കുഴിച്ചിടാം, എന്നാൽ പിന്നെ നാളെ തന്നെ അങ്ങ് വെട്ടിക്കളയാന്നുള്ള ഉദ്ദേശത്തിലാണോ നമ്മൾ കുഴിച്ചിടുക? അല്ല, അത് നാളുകൾ കഴിയുമ്പോൾ വളർന്ന് വലുതാകും, അതപ്പോൾ ഫുഡാകും, ഷെൽട്ടർ നൽകും, ഷെയ്ഡ് നൽകും, അങ്ങനെ പല ഹോപ്പാണ്. നാളെ എന്താ അവസ്ഥ എന്നറിയില്ല, പക്ഷെ ഇപ്പം നമ്മളത് കുഴിച്ചിടുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വിശ്വാസവും ഹോപ്പും ഉണ്ട് അല്ലേ, ഇന്നതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, വിച്ച് ഇസ് ആക്ച്വലി എ പോസിറ്റീവ് കൈൻഡ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഹോപ്പ്, നാളേക്കുള്ള നല്ല പ്രതീക്ഷ, അതാണ് വാങ്കരി മത്തായി ഈ ചാപ്റ്ററിൽ കൂടെ എന്താണ് എയിം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്ലാന്റിങ് എ സ്മോൾ ട്രീയെ തന്നെ ഒരു മെറ്റഫറായിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് പ്ലാന്റിങ് എ സ്മോൾ ട്രീയെ കാണുന്നത് എന്താണ്? വരാനിരിക്കുന്ന നല്ല നാളെയുടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. ഓക്കെ, ദെൻ ഷീ ഓൾസോ ടോക്ഡ് അബൌട്ട് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. ഇവിടെ താമസിക്കുമ്പം ഓരോ മനുഷ്യനും അവരുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ. ഓരോ മനുഷ്യനും അത് ചെയ്യേണ്ട ആക്ഷൻസ് ഉണ്ട്, അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദിസ് മീൻസ് ദാറ്റ് ഈച്ച് പേഴ്സൺ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദിയർ ആക്ഷൻസ്. അതായത് ഓരോരുത്തർ ചെയ്യേണ്ട പ്രവൃത്തികൾ അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് അത് ഭംഗിയായി നിറവേറ്റണം, ഇവിടെ പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ. ഷീ തോട്ട് ദാറ്റ് എവ്രി വൺ ഹാസ് എ റോൾ ഇൻ മേക്കിംഗ് ദ വേൾഡ് ബെറ്റർ ബൈ മേക്കിംഗ് എ ഗുഡ് ചോയ്സസ് ആൻഡ് ഡൂയിങ് ഗുഡ് തിങ്സ്. നല്ലത് ചെയ്ത് നല്ല ചോയ്സസ്, പ്രത്യേകിച്ച് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ പോലുള്ള കാര്യങ്ങളിൽ നല്ലത് ചെയ്യുക, നല്ലത് ആഗ്രഹിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഓരോ മനുഷ്യനും അവൻ്റേതായ വ്യക്തിത്വം, റെസ്പോൺസിബിലിറ്റി അവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാങ്കരി മത്തായി wanted to inspire people to take responsibility and do things that help the world become a nicer place for everyone. അങ്ങനെ ഈ ഭൂമി നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ ഇതോടെ ഇല്ലാതാകട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആവരുത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ
നമ്മുടെ ഭാവി തലമുറകളും നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഒരു നല്ല സ്ഥലമാകാൻ നമ്മൾ കൺസേർവ് ചെയ്ത് വെക്കണം, സൂക്ഷിച്ച് വെക്കണം. നമ്മൾ ഇത്രയും അനുഭവിച്ചില്ലേ, അതെന്തുകൊണ്ടാണ്? നമ്മുടെ പൂർവികർ ഇതേ ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നെങ്കിൽ എന്തായാലും നമ്മൾ പോകും. അപ്പം പിന്നെ ഇത്രയൊക്കെ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുമോ? ഇല്ല. എങ്ങനെയാണോ അതിൽ നിന്ന് നമ്മളിപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് എടുക്കുന്നത്, അതേപോലെ ഭാവി തലമുറയ്ക്കും നമ്മളൊരു സേഫർ ആൻഡ് നൈസർ പ്ലേസ് ആക്കി ഈ ഭൂമിയെ മാറ്റിയെടുക്കണം. സെറ്റാണോ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. ദെൻ ഇതിൽ ഇനി എല്ലാ ചാപ്റ്ററിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിൽ ഞാൻ തരുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ പോലെ വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും തട്ടിയും മുട്ടിയും അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന എല്ലാ പോയിന്റ്സും അടുത്ത 2 സ്ലൈഡ്സിലായിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുക, പോയിന്റ്സ് അപ്പം പഠിച്ചു നോക്കുക. ഓക്കെ, സോ ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ആദ്യത്തേത് പറഞ്ഞാൽ ഹൗ നേച്ചർ അഫക്ട്സ് അസ്. എങ്ങനെയാണ് നേച്ചർ, ഈ പ്രകൃതി നമ്മളെ ബാധിക്കുന്നത്? എങ്ങനെയാണ്? വാങ്കരി മത്തായി സെഡ് ദാറ്റ് how well the earth is doing directly affects how good our lives are. She wanted everyone to understand that a healthy planet means a better life for all of us. ഇതിന് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാര്യത്തിൽ പേരൻസിന് അല്ലെങ്കിലും ശ്രദ്ധയുണ്ട്, പക്ഷേ എക്സാം ആയി വരുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ടോ? കാരണം എന്താണ്? പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കരുത്, പനിയൊന്നും വരരുത്, എന്താണ് നല്ല ഫുഡ് കഴിക്കണം, നല്ല പോലെ ഉറങ്ങണം, റിലാക്സിങ് ആയിട്ടിരിക്കണം, ടെൻഷനൊന്നും വേണ്ട. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് എന്തിനെ ബാധിക്കും? മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ എക്സാം പോലുള്ളത് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഒരു എക്സ്ട്രാ കെയർ എന്നുള്ള രീതിയിൽ എക്സാം എടുക്കുമ്പോൾ പേരൻസ് നൽകുന്ന പോലെ തന്നെയാണ് ഈ ഭൂമിക്ക്, നമ്മുടെ ഭൂമിയും മനുഷ്യനുമായിട്ട് ഭയങ്കര ഇൻ്റർ കണക്റ്റഡ് ആണ്. ഭൂമിയിലുള്ള ആ ഒരു ആവാസ വ്യവസ്ഥ വളരെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ ലൈഫ് ഇവിടെ നല്ല രീതിയിൽ പോവുള്ളൂ. മനുഷ്യൻ്റെ പ്രവർത്തികൾ നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ഭൂമിയിൽ നല്ലൊരു ജീവിതം സാധ്യമാവുള്ളൂ. അപ്പോൾ ഭൂമിയും മനുഷ്യനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോയില്ലെങ്കിൽ പണി ഉറപ്പാണ്. ഓക്കെ, സോ അതാണ് പറയുന്നത്. ദ എർത്ത് ഈസ് ഡൂയിങ് ഡയറക്ട്ലി അഫക്ട്സ് ഹൗ ഗുഡ് ആർ ലൈഫ്സ് ആർ. നമ്മുടെ ലൈഫ് എങ്ങനെ വേണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ എർത്തിൻ്റെ ഹെൽത്തിനെ ബേസ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോവാന്നുള്ള ഒരു ഹിൻറ്റ് തരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദാറ്റ് വർക്കിംഗ് ടുഗദർ ഫോർ എ ബെറ്റർ വേൾഡ്. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൈകോർക്കാം നമുക്ക്. ഓക്കെ, മത്തായി ആസ്ക്ഡ് പീപ്പിൾ ടു കം ടുഗദർ ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ നോ മാറ്റർ വെയർ ദേ ആർ ഫ്രം ഓർ വാട്ട് കൾച്ചർ ദേ ബിലോങ് ടു. എവിടെ നിന്ന് വന്നാലും ശരി, ഏത് കൾച്ചറിൽ നിന്ന് വന്നാലും ശരി, ഏതൊക്കെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണെങ്കിലും ശരി, നമ്മുടെ മുന്നിൽ പ്രകൃതി, നമ്മുടെ മുന്നിൽ ഈ ഭൂമിക്ക് അല്ലെങ്കിൽ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് മാത്രം ആക്ഷൻസ് ഉണ്ടാകുക. അതിന് ബാക്കിയുള്ള ബാരിയേഴ്സൊക്കെ അവിടെ നിന്നോട്ടെ, അതിനെക്കുറിച്ചൊന്നും ബോധേഡ് ആവണ്ട. ലെറ്റ്സ് ജോയിൻ ടുഗെദർ, ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ് ടുഗെദർ ഫോർ എ ബെറ്റർ പ്ലേസ്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഷി ബിലീവ് ദാറ്റ് വെൻ വി വർക്ക് ആസ് എ ടീം വി ക്യാൻ മേക്ക് ദ വേൾഡ് എ ബെറ്റർ ആൻഡ് മോർ ലാസ്റ്റിംഗ് പ്ലേസ്. ഒറ്റയ്ക്ക് ചെയ്താൽ എന്തായാലും റിസൾട്ട് ഉണ്ടാകും. കാരണം ഇൻഡിവിജ്വൽ ആക്ഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ എഫക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതേപോലെ ഓരോരുത്തർ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂട്ടത്തോടെ ഒരാൾ ചെയ്യുന്നതും 100 പേര് ഒരുമിച്ച് ചെയ്യുന്നതും തമ്മിൽ എന്തായാലും റിസൾട്ടിലൊരു വളരെ വലിയ മാറ്റം ഉണ്ടാകും. മറ്റേത് സ്ലോ പ്രോഗ്രസ് ആയിരിക്കും, മറ്റേന്ന് പറയുന്നത് സ്റ്റഡി പ്രോഗ്രസ് ആയിരിക്കും ആൾക്കാർ കൂടുതലുള്ളത്. സോ എന്താണ് വേണ്ടത്? ഒറ്റയ്ക്കുള്ളതിനേക്കാൾ ഒരുമിച്ച് നിന്ന് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് വരിക. നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് പവർഫുള്ളാക്കി ഫയറൊക്കെ ഇട്ട് കാണിച്ച് തരുന്നത് പോലെ ഇത് കാണുമ്പോൾ മിസ്സിന് കുറച്ചും കൂടെ ആവേശമല്ലേ. അപ്പം നിങ്ങൾ കൂട്ടത്തോടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനേക്കാൾ നല്ല രീതിയിൽ എനിക്ക് ക്ലാസ് എടുക്കാനും പറ്റും. ഓക്കെ, ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മത്തായിയും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെറ്റാണോ? സെറ്റാണ് മിസ്. ഭുവൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹലോ ഭുവൻ, യു ആർ ലേറ്റ്. 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്, പിന്നെ 15 മിനിറ്റ് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഓക്കെ, സോ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ടേക്കിംഗ് കെയർ ഓഫ് ദി എൻവയോൺമെൻറ്റ്. നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ സൂക്ഷിക്കണം. അജി ഹായ്. സോ മത്തായി ടോക്ഡ് എ ലോട്ട് അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് നേച്ചർ. നമ്മൾ നമ്മുടെ പ്രകൃതിയെയും കൂടെ പരിഗണിക്കണം അല്ലേ, നമ്മൾ അതിനെയും കൂടെ സൂക്ഷിക്കണം. ഷീ എസ്പെഷ്യലി ലൈക്ക് ട്രീസ് ബിക്കോസ് ദേ ഹെൽപ്പ് കീപ് എവറിത്തിങ് ഇൻ ബാലൻസ്. നമ്മുടെ ട്രീസ് ആണ് പ്രകൃതി അതേപോലെ നിലനിൽക്കുന്ന, എൻവയോൺമെൻറ്റ് അതേപോലെ നിലനിൽക്കുന്നതിൻ്റെ മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത് ട്രീസ് ആണ് അല്ലേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതും ഈ ട്രീസിന് തന്നെയാണ്. ഫോർ ഹർ ട്രീസ് വെർ ലൈക്ക് സിമ്പിൾസ് ഓഫ് ഹൗ എവറിത്തിങ് നേച്ചർ ഇസ് കണക്റ്റഡ്. എങ്ങനെയാണ് ട്രീ എന്ന്
പറയുന്നത് ഈ ഭൂമിയിലുള്ള പ്രകൃതിയിലുള്ള എൻവയോൺമെൻറ്റിലുള്ള എല്ലാവരും കണക്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ട്രീ ആണ്. ട്രീസ് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ട്രീയുടെ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ അത് എന്തൊക്കെ നൽകുന്നുണ്ട് അല്ലേ? നമുക്ക് ഓക്സിജൻ നൽകുന്നുണ്ട്, നമ്മുടെ കുറേ ബാക്കിയുള്ള അതിൻ്റെ ഈ അണ്ടർനീ ലെയറിലുള്ള ട്രീസിന് ഷെയ്ഡ് നൽകുന്നുണ്ട്, ബേർഡ്സിന് ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്, നമുക്ക് ഹ്യൂമൻ ബീങ്സിന് ഫുഡ് നൽകുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരൊറ്റ ട്രീയിൽ കൂടെ നടക്കുന്നത്. അതുകൊണ്ടാണ് വാങ്കറി മത്തായി പറയുന്നത് ട്രീ എന്ന് പറയുന്ന സിമ്പിൾ എന്താണ്? ഇന്റർ കണക്ഷൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എൻവയോൺമെന്റിൽ കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സിമ്പിൾ ആണ് എന്ത്? ട്രീ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ഫേസിങ് പ്രോബ്ലംസ് വിത്ത് ഹോപ്പ്. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ഈവൻ ദോ ഷീ ന്യൂ ദർ വെർ പ്രോബ്ലംസ്, മത്തായി ഓൾവേസ് തോട്ട് വി കുഡ് മേക്ക് തിങ്സ് ബെറ്റർ. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഒറ്റക്കെട്ടാണെങ്കിൽ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഇപ്പം ഒന്നും ഇംഗ്ലീഷിന് പഠിച്ചിട്ടില്ലെങ്കിലും എന്തിനാ പേടിക്കുന്നത്? ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഇവിടെ കിടന്ന് എന്താണ് വർക്ക് ചെയ്യല്ലേ? ഹാർഡ് ചെയ്യല്ലേ? വർക്ക് ഹാർഡ് അല്ലേ? അല്ല, ഹാർഡ് വർക്ക് അല്ലേ? എന്തായാലും എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് പലതും മാറി വരെ പോവാം. She believed that all of us together could overcome tough times and make the world a happier and healthy place. ഇങ്ങനെ ഒത്തൊരുമിച്ച് വരുന്നതിലൂടെ ഈ ലോകത്തെ എന്താണ് ഏറ്റവും ഒരു ബെറ്റർ അല്ലെങ്കിൽ ഒരു ഹാപ്പിയർ പ്ലേസ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആക്ഷൻ ആണെങ്കിലും 100 മനുഷ്യർ ഒരുമിച്ച് ചെയ്യുന്ന ആക്ഷൻ ആണെങ്കിലും അതിനൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനെല്ലാം ഉള്ള ഒരു ഇഫക്റ്റ് നമ്മുടെ ഭൂമിയിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണല്ലോ അല്ലേ ഇത്രയും പോയിന്റ്സ്? ഓക്കെ, സോ ആൻഡ് സ്ലൈഡ് കാണുന്നില്ല. ഓക്കെ ആണോ? അങ്ങനെ ഒന്ന് പറഞ്ഞു തരണേ കാണാത്തത്. ഓക്കെ ആകുന്നുണ്ടോ? ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തന്നെ സ്ലൈഡ്. ഹലോ, സ്ലൈഡ് കാണുന്നുണ്ടോ? ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. Okay, then we have importance of fairness and freedom. Vankari Mathai talked about how it is important for everyone to be treated fairly. നമ്മൾ എല്ലാവരെയും ഒരുപോലെ തന്നെ ഇതാക്കണം. ഇപ്പൊ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. ഒന്ന് മിസ്സിനെ അപ്ഡേറ്റ് ചെയ്യട്ടോ, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോന്ന്. അതുവരെ നിങ്ങൾ പഠിച്ചതെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ പഠിച്ച നമ്മൾ പഠിച്ച ഈ ചാപ്റ്ററിൽ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? നബി ഹലോ പറയുന്നുണ്ട്, ഭുവൻ പറയുന്നുണ്ട്, എസ് എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളപ്പോൾ എന്തൊക്കെയാ പഠിച്ചതെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്തേ. വാങ്കറി മത്തായുടെ സ്പീച്ചാണ്. വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് ആണ് പറഞ്ഞത്. ഒറ്റക്കെട്ടിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാൻ പറ്റുള്ളൂ. അതൊക്കെ ഡിസ്കസ് ചെയ്തു. കാണുന്നില്ല, നോ മിസ്. നസീൻ പറഞ്ഞു, അഖിലേഷ് പറഞ്ഞു, ഇപ്പം സെറ്റാക്കാം. എന്താ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നില്ലേ? അതേപോലെ പ്രശ്നം വന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യില്ലേ? തളരരുത് രാമൻകുട്ടിയെ, തളരരുത്. നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, കാണുന്നില്ല, ഇപ്പം സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അതുവരെ നമുക്ക് എന്തായാലും റിവൈസ് ചെയ്യാം അല്ലേ? സോ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഇതൊക്കെയാണ്. നമ്മുടെ നേച്ചർ എങ്ങനെയാണ്, നമ്മുടെ ഓരോ ആക്ഷൻസിൽ കൂടെ നേച്ചർ എങ്ങനെ, ഹൗ നേച്ചർ അഫക്ട്സ് അസ്. പിന്നെ വർക്കിംഗ് ടുഗെദർ ഫോർ എ ബെറ്റർ വേൾഡ്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ ഒരു വേൾഡിനെ ബെറ്റർ ആൻഡ് നൈസർ പ്ലേസ് ടു ലിവ് ഇൻ ആക്കാം. ദെൻ ടേക്കിംഗ് കെയർ ഓഫ് ദി എൻവയോൺമെൻറ്റ്. നമ്മുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? ഈ ഭൂമിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താണ് മരം നടുക, അങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യുക, സെറ്റാക്കുക. ദെൻ ഫേസിങ് പ്രോബ്ലംസ് വിത്ത് ഹോപ്പ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും എന്താണ് ആത്മവിശ്വാസത്തോടെ ഹോപ്പോട് കൂടി അത് നേരെയാക്കാനായിട്ട് ശ്രമിക്കുക. റയാൻ പിന്നല്ല, ഫയറൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അർജുൻ കൃഷ്ണ വന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നാളെയാണ് എക്സാം, എന്നിട്ടും ഇതാ 45 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് പതുക്കെ ഹായും ഹലോയും കാണിച്ച് വരികയാണ്. പക്ഷെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ കുറച്ച് യൂണിറ്റ് 4 ആണ് ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1, 2, 3 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതെന്തൊക്കെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ യൂണിറ്റ് 4 ഫസ്റ്റ് ചാപ്റ്ററാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ഇനി എന്താണ്, നാളെ നമുക്ക് ബൂസ്റ്റർ ക്ലാസ്സും ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കെല്ലാം സെറ്റാക്കാം. ഓക്കെ, അക്ഷയ് വന്നിട്ടുണ്ട്, ഹലോ. ഇപ്പം സെറ്റ് മിസ്സേ. നബിൽ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോടാ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. ഞാൻ ഇവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ആണോ ഒന്നും കൂടെ നോക്കേ. ഇപ്പം സെറ്റാണെന്ന് പറഞ്ഞാൽ സ്ലൈഡ് കാണാൻ പറ്റുന്നതാണോ അതോ ക്ലാസ് ആണോ?
വീഡിയോ പോസാണ്. ഓക്കെ, ഇപ്പം ശരിയാക്കാം. ഇപ്പം ശരിയാട്ടോ, ഇതിപ്പം ഇത് ശരിയാവും. ഓക്കെ, ഇപ്പം വീഡിയോ ഓക്കെ ആയി. ഇപ്പം സെറ്റായോ? ഓക്കെ ആണോ? കാണുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഞാനിങ്ങനെ പലതും കാണിക്കുന്നുണ്ട്, സ്ലൈഡ്സ് മാറ്റുന്നുണ്ട്. ഓക്കെ ആണോ എന്ന് പറയണം. ഓക്കെ ആണല്ലേ? ഹായ് മിസ്സേ ശ്രീഹരി വന്നിട്ടുണ്ട്. ഹലോടാ. ഇപ്പം സെറ്റാണോ? നോക്കിയിട്ട് പറഞ്ഞ ചെറിയൊരു ടെക്നിക്കൽ എററാണ്, കുഴപ്പമില്ല, നമുക്ക് ഈ സമയം കൂടെ കോമ്പൻസേറ്റ് ചെയ്യാം കേട്ടോ. ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഓക്കെ, അഖിലും ഭുവനും ഒക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഹാപ്പി ദാറ്റ് യു ആർ കറക്റ്റ്ലി ഇൻഫോമിങ് മീ അബൌട്ട് ദ സ്ലൈഡ്സ്. താങ്ക് യു. വീഡിയോ സെറ്റാണ്. ഓക്കെ മിസ്. യാ, ഓക്കെ ആണല്ലോ അല്ലേ? നകുൽ പറയുന്നുണ്ടല്ലോ വീഡിയോ പോസ് ആണെന്ന്. ബാക്കിയുള്ളവർക്ക് വീഡിയോ പോസ് ആണോ? നബിലെ, ഭുവനെ, നിങ്ങൾക്കും വീഡിയോ പോസ് ആണോ? ഒന്ന് അപ്ഡേറ്റ് ചെയ്തേ. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്, അത് സെറ്റ് ആക്കാനായിട്ട് ജസ്റ്റ് ഒരു 2 minutes. അത് കഴിഞ്ഞിട്ട് ഫുൾ പവറോടെ തിരിച്ചു തരാം കേട്ടോ. എവിടെയും പോയേക്കരുത്, ഇവിടെ തന്നെ ഉണ്ടാവണേ. ഹലോ. ഹലോ മക്കളെ, ഞാൻ പിന്നെ ഇപ്പൊ എല്ലാം ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, സോ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വാങ്കറി മെത്തേഡ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹൗ നേച്ചർ എഫക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫെയർനെസ് ആൻഡ് ഫ്രീഡം ആണ്. വാങ്കറി മെത്തായി ടോക്ഡ് അബൌട്ട് ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി വൺ ടു ബി ട്രീറ്റഡ് ഫെയർലി. ഷീ ഓൾസോ സെഡ് ദാറ്റ് ഫോർ തിങ്സ് ടു ഗെറ്റ് ബെറ്റർ വി നീഡ് ടു ലീവ് ഇൻ എ ഫ്രീ ആൻഡ് ഫെയർ സൊസൈറ്റി വെയർ പീപ്പിൾ ഹാവ് റൈറ്റ്സ്. നമ്മൾ മറ്റേ ഷഹീൻ മിസ്രിയുടെ സ്റ്റോറി പഠിച്ചപ്പം ഓർമ്മയുണ്ടോ? കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പം ഷഹീൻ മിസ്രി ഡിസൈഡ് ചെയ്ത കാര്യം എന്തായിരുന്നു?
എന്തായിരുന്നു, എന്താണ്, ഫ്രീ എൻവയോൺമെൻറ്റ് വേണം അല്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെ ആളുകൾ ഫ്രീ ആയിരിക്കണം, അവർക്ക് എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വരാനും ഫ്രീ ആൻഡ് ഫെയർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും അവർ ഫ്രീ ആയിരിക്കണം. ഏതെങ്കിലും ഒരു അടച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് കയറ്റി ഇരുത്തിയാൽ അവർക്ക് ഇതേപോലുള്ള ആക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അതിന് ഫ്രീഡം വേണം, അല്ലാതെ ആരെയും റെസ്ട്രിക്റ്റ് ചെയ്ത് എവിടെയെങ്കിലും കൂട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇടുന്നത് പോലെ ഇട്ടാൽ ഒന്നും നടക്കില്ല. സോ വി നീഡ് ടു ബി ഫ്രീ, അതോർത്തോണം. ദെൻ വി ഹാവ് റിമെമ്പറിങ് നേച്ചർ ഫ്രം ദ പാസ്റ്റ്. പഴയത് ഓർത്ത് ഒരു ചെറിയ നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. ഓർമ്മയുണ്ടോ? മഥായ് റിമെമ്പേർഡ് ഹൗ ദ വേൾഡ് യൂസ് ടു ബി വെൻ ഹർ പേരൻസ് വെയർ അറൗണ്ട്. സാഡ്ലി she saw that it has changed a lot over time and she felt a bit sad about that. So ഇവിടെ ഏറ്റവും പറയുന്നത് എന്താണ്, ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മഥായിക്ക് ഭയങ്കര ഒരു സങ്കടം വരുന്നുണ്ടല്ലേ. ഇപ്പം ടാഡ്പോൾസിനെ കാണാൻ പറ്റുന്നില്ല. ഞാനിവിടെ എഴുതി തരാം അല്ലേ, എക്സാമ്പിൾ ഓഫ് ടാഡ്പോൾസ് ഓർത്തോണേ. എക്സാമ്പിൾ ഓഫ് ടാഡ്പോളിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കാണും. ഓക്കെ, നമ്മൾ പാസ്റ്റിൽ വാങ്ക്രി മത്തായി ചെറുപ്പത്തിൽ ഇരുന്നപ്പോഴത്തേക്ക്, ചൈൽഡ്ഹുഡിൽ ഇരുന്നപ്പോൾ ഇഷ്ടംപോലെ ഈ ടാഡ്പോൾസ്, വാൽമാക്രികൾ എന്ന് പറയും, കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവയൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ പറ്റുന്നില്ലല്ലോ. അവരിതൊക്കെ മിസ് ചെയ്യുമല്ലോ എന്ന് ഓർക്കുന്ന ആ ഒരു ചെറിയൊരു സങ്കടം, ആ ഒരു നൊസ്റ്റാൾജിയ കലർന്നിട്ട്. പക്ഷേ നൊസ്റ്റാൾജി ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഇത്രയൊക്കെ അനുഭവിച്ചു. പക്ഷേ അത് ഭാവിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോൾ അതൊരു സങ്കടമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. അത് ഓർത്തിട്ടുണ്ടല്ലോ. സോ എന്താണ്, ഷീ ഫെൽറ്റ് എ ബിറ്റ് സാഡ് അബൌട്ട് ദാറ്റ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എക്സാമ്പിൾ ഓഫ് ടാഡ്പോളിൻ്റെ സ്റ്റോറിയാണ്. ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? മിസ്സേ വീഡിയോ പോസായി, ഓക്കെ ആണോ? ഭുവൻ കമൻറ്റ് നോക്കുന്നില്ല. കമൻറ്റ് ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു ടെക്നിക്കൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അതാണ് കേട്ടോ ഒരു ലാഗ് വന്നത്. പെട്ടെന്ന് ശരിയാക്കുന്നതായിരിക്കും, നിങ്ങൾ എവിടെയും പോവണ്ട. ഹലോ ടീച്ചറേ കൃഷ്ണപ്രിയ, ഹലോ. അതിനൊന്നും നമ്മൾ തളരില്ല അല്ലേ? ഓക്കെ. ഓക്കെ അല്ലേടാ, ഇപ്പം എല്ലാം സെറ്റായല്ലോ അല്ലേ? ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ വാങ്കരി മത്തായി എങ്ങനെയാണോ ഹോപ്പ് ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ നിൽക്കുന്നത്, അതേപോലെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാം ഒരു തംസപ്പും ഒരു ഫയറും ഒക്കെ കാണിച്ച്, എന്നാലേ ഈ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്നൊക്കെ എനിക്കും ഒന്ന് കരകയറി വരണ്ടേ. ഓക്കെ ആണോ? എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഒരു തംസപ്പ് കാണിച്ചാൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അടുത്ത സ്ലൈഡിലേക്ക് തന്നെ പോവാം. ഓക്കെ, യെസ്. ദെൻ ഇനി നമ്മൾ സെറ്റ്, അനസ് പറഞ്ഞിട്ടുണ്ട് സെറ്റാണെന്ന്. ഓക്കെ, സോ നൗ മൂവിങ് ഓൺ ടു അനദർ പോയം ദാറ്റ് ഇസ് റൈസ് വിച്ച് ഇസ് റിട്ടൺ ബൈ ചെമ്മനം ചാക്കോ. നമ്മുടെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു പോയമാണ് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെമ്മനം ചാക്കോ ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. വളരെ സാറ്ററിക്കൽ ആയിട്ടുള്ള, എന്താണ് ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുക അല്ലേ, തമാശ രീതിയിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോയമാണ് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം. ഇതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഓക്കെ, എല്ലാവരും ഫയറും സെറ്റായി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. താങ്ക് യു സോ വെരി മച്ച് എല്ലാവരും ഇൻഫോം ചെയ്തതിന്. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ലേറ്റ് ആയി പോയതാണ്, ശ്രദ്ധിക്കാൻ. ആൻഡ് സോറി ഫോർ ദാറ്റ്, മിസ്സിൻ്റെ ഭാഗത്തു നിന്നും സോറി. ഇത്രയും പേഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ ഇരുന്നത് കൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു. ഓക്കെ, സോ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ വാങ്കരി മത്തായിയുടെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തല്ലോ, സെറ്റാണല്ലോ. ഇനി നമ്മൾ റൈസിലേക്ക് പോവുകയാണ്. ചെമ്മനം ചാക്കോ എഴുതിയിട്ടുള്ള പോയാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ. ഓക്കെ, എന്താണ് ബേസിക്കലി ദിസ്
this poem. Rice is a satirical poem by Chemanam Chakko, originally written in Malayalam and translated into English by Ayappa Panikar. Miss പറഞ്ഞ പോയിന്റ് തന്നെയാണ്. The poem recounts the changes in the attitude of farmers in Kerala who shifted gradually from food crops to cash crops. നമ്മുടെ കേരളത്തിലുള്ള, നമ്മുടെ വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ച് സാറ്ററിക്കൽ അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ഒരു തീം പ്രസന്റ് ചെയ്തതാണ് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയം. എന്താണ് ആ തീം? നമ്മുടെ ഫാമേഴ്സ് ഫുഡ് ക്രോപ്സ്, ഈ അരി, നെല്ല് അതൊക്കെ വിട്ടിട്ട് ക്യാഷ് ക്രോപ്സ് ആയിട്ടുള്ള റബ്ബർ, അരക്കനട്ട് അതേപോലുള്ളതിലേക്ക് പോകുന്നതിനെ കുറിച്ച് ബേസ് ചെയ്തിട്ട് കളിയാക്കി പറഞ്ഞിട്ടുള്ള ഒരു പോയമാണ്. ദ പോയം ഇസ് ഡിവൈഡഡ് ഇൻടു 2 sections. രണ്ടായിട്ട് ഈ പോയത്തിനെ ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ് ആ സെക്ഷൻസ്? The first one is the wishful thinking of the poet before arriving back in his village after a long time, and the second is the painful reality of the present. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കഥാനായകൻ നമ്മുടെ നാട്ടിലില്ല, പകരം അദ്ദേഹം നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ നിൽക്കുമ്പം അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു പച്ചപ്പും ഹരിതാപയും ഭംഗിയും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. എൻ്റെ നാട്ടിലെ ആ എന്താണ് പാടവും പച്ച പുതച്ച നെൽപ്പാടവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ സ്വപ്നം കണ്ട് നാട്ടിലേക്ക് 4 വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉൾട്ടയാണ്. അത് കാണുന്ന ഒരു ഞെട്ടലുള്ളതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് പോയം എന്ന് പറയുന്നത്. ഓക്കെ, ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ മിസ്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം നമ്മൾ എന്ത് രസിച്ച ആ ഒരു പോയം പഠിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, സോ ഇതിൻ്റെ മെയിൻ തീം അല്ലെങ്കിൽ സമ്മറി എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ 4 years ഓഫ് റിസർച്ച് ഇൻ നോർത്ത് ഇന്ത്യ, ദ പോയറ്റ് ഇസ് ഈഗർ ടു റീച്ച് ഹിസ് വില്ലേജ്. നോർത്ത് ഇന്ത്യയിലാണ്, 4 വർഷമായിട്ട് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ നാട്ടിലോട്ട്, എൻ്റെ കേരള മണ്ണിലേക്ക് വന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെമ്പ് വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. ഹി നോസ് ദാറ്റ് ഇറ്റ് ഇസ് പ്ലാന്റിംഗ് സീസൺ ഡേ. ഈ വരുന്ന സമയം വിളവെടുപ്പിന്റെ കാലാണ്. ഓക്കെ, ആൻഡ് ഹി ഇമാജിൻസ് ദ ബസിൽ ഓൺ ദ ഫീൽഡ്സ് വെയർ ഫാമേഴ്സ് ആർ പ്ലൗവിംഗ് വിത്ത് സെവറൽ ഓക്സൻ. ഈ കാളയെ കൊണ്ടിട്ട് ഈ എന്താണ് പാടമൊക്കെ ഉഴുന്നു മറിക്കുന്ന ആ ഒരു അവസ്ഥ, ഒരു ചിരിച്ച് ഭയങ്കര ആർജവത്തോടെ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി തേതകവും ഒക്കെ പാടി നല്ല സെറ്റായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്ന പ്ലാന്റിംഗ് സീസൺ ആണ് ഇപ്പോൾ ഈ തിരിച്ചു വരുന്ന സമയത്ത് കേരളത്തിലുള്ളത്. പക്ഷേ ഹി എക്സ്പെക്ട്സ് ടു റീച്ച് ഹോം ഇൻ ടൈം ഫോർ എ ലോങ് ചെറിഷ് മീൽ ഓഫ് അത്തിക്കര റൈസ്. ഹി ഈസ് ഫെഡ് ബൈ ഈറ്റിംഗ് ചപ്പാത്തീസ്. നോർത്ത് ഇന്ത്യയിലാണ്, 3 നേരം ചപ്പാത്തി കഴിച്ചു മടുത്തു. ആ സമയത്താണ് നാട്ടിൽ വന്നിട്ട് നല്ല ചോറ്, അത്തിക്കര റൈസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചോറൊക്കെ കൂട്ടി സാമ്പാറും ഒക്കെ കൂട്ടി നല്ല രീതിയിൽ കഴിച്ച് അമ്പലക്കുളത്തിൽ പോയി ഒന്ന് കുളിച്ച് നല്ല ഫ്രണ്ട്സുമായിട്ടൊക്കെ കണ്ട് കുറച്ച് കുട്ടി വിശേഷമൊക്കെ പറഞ്ഞ് നല്ല റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്തിരിക്കാമെന്ന് കരുതി ആ ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് കേരളത്തിലേക്ക് വരികയാണ് നമ്മുടെ കഥാനായകൻ. ഓക്കെ, ബട്ട് ദ റിയാലിറ്റി ഇസ് സർപ്രൈസിംഗ്ലി ഡിഫറെൻറ്റ്. പക്ഷേ സത്യാവസ്ഥ അതാണോ? ഇതൊക്കെ പ്രതീക്ഷിച്ച് വരുന്നു, പക്ഷേ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദ പ്ലേസ് ഹാസ് ചേഞ്ച് ഡ്രാസ്റ്റിക്കലി. കണ്ട സ്ഥലമല്ല, കണ്ട ആളുകളല്ല, കണ്ടുമുട്ടിയ ആളുകളോ കണ്ട സ്ഥലമോ അല്ല പിന്നീട് കേരളത്തിലുണ്ടായിരുന്നത്. ദ പ്ലേസ് ഓഫ് പാഡി ഫീൽഡ്സ് ദർ ആർ റബ്ബർ, അരക്നട്ട് ആൻഡ് ഡീൽവുഡ് ട്രീസ്. പാഡി ഫീൽഡ്സിന് പകരം, ഈ നെൽകൃഷിക്ക് പകരം റബ്ബർ, അരക്നട്ട് അതേപോലുള്ള ക്യാഷ് ക്രോപ്സ് അല്ലെ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ക്യാഷ് ക്രോപ്സ് ആയിരുന്നു ഈ സ്ഥലത്തൊക്കെ പകരം ഉണ്ടായിരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പ്ലാന്റിംഗ് പാഡി, ഹിസ് ഫാദർ ഇസ് ഫിക്സിംഗ് എ ന്യൂ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. എന്തിനു പറയുന്നു? ബാക്കിയുള്ളവർ എന്തിനാ എക്സാമ്പിൾ പറയുന്നത്? സ്വന്തം വീട്ടിലെ അച്ഛൻ പോലും എന്താണ് ചെയ്യുന്നത്? നെൽപ്പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ വരുന്ന കൃഷിക്കാരെ ഭയങ്കര ഒത്തൊരുമയോടെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിലാക്കിക്കൊണ്ടിരുന്ന ആളിപ്പം സ്വന്തം വീട്ടിലിരുന്ന് റബ്ബർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്ന്. കാലം പോയ പോക്കല്ലേ. ആൻഡ് ഹി സീസ് ദാറ്റ് ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ പ്രോഫിറ്റ്. മണ്ടന്മാരാണ് ഇപ്പം ഈ അരി ഒക്കെ ചെയ്യുന്നതെന്ന്. പകരം ഇപ്പം എല്ലാവരും ക്യാഷ് ക്രോപ്സ് ആണ്. ഇപ്പോഴും ഈ നെല്ല് പാടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മണ്ടന്മാരാണെന്ന് പറയുന്നതാണ് അച്ഛൻ പറയുന്നത്, നമ്മുടെ കഥാനായകൻ കേൾക്കുന്നത്. ഹാർട്ട് ബ്രേക്ക് അല്ലേ. ഹിസ് ബ്രദർ കംസ് വിത്ത് ദ വീറ്റ് ബോട്ട് ഫ്രം ദ റേഷൻ ഷോപ്പ്. ആ സമയത്താണ് ഏറ്റവും കോമഡി പോലെ തഗ് പോലെ നമ്മുടെ കഥാനായകൻ്റെ അനിയൻ വരുന്നത്. റേഷൻ ഷോപ്പിൽ നിന്ന് നമ്മുടെ ഗോതമ്പ് പൊടിയും വാങ്ങിച്ചിട്ട് ചപ്പാത്തി കഴിച്ചിട്ട് മടുത്ത് ജീവിതം വെറുത്ത് വന്ന മനുഷ്യൻ്റെ മുന്നിലോട്ട് റേഷൻ കടയിൽ നിന്ന് പിന്നെയും ഗോതമ്പ് പൊടിയും വാങ്ങിച്ചിട്ട് വരുന്ന അനിയനെ കാണുകയാണ്. വല്ലാത്തൊരു തഗ്ഗായിപ്പോയത്. പ്രോബബ്ലി ഹി ഹാസ് ടു ടേക്ക് ചപ്പാത്തീസ് ഹിയർ ടു. ഇവിടെയും ചപ്പാത്തി എടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. മീൻ വൈൽ ദേ ഹിയർ ദ സൗണ്ട് ഓഫ് ആൻ എയ്റോപ്ലെയിൻ. അപ്പോഴാണ് നമ്മുടെ ഒരു ഫ്ലൈറ്റ് അല്ലെ
പോകുന്ന സൗണ്ട് കേൾക്കുന്നു. ഇറ്റ് ക്യാരീസ് ദ ചീഫ് മിനിസ്റ്റർ ഹു ഗോസ് ടു ദ സെൻറ്റർ ടു ഗെറ്റ് മോർ ഗ്രെയിൻസ് കൂടുതൽ കിട്ടാനായിട്ട് സെൻറ്ററിലേക്ക് പോകുന്ന ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ആൻഡ് അത് പറന്നു പോകുന്നത് ഏതിൻ്റെ മുകളിൽ കൂടെയാണ്? ഈ പറഞ്ഞ ക്യാഷ് ക്രോപ്സിൻ്റെ മുകളിൽ കൂടെ. ഓക്കെ, ദ പോയിറ്റ് വണ്ടേഴ്സ് ദാറ്റ് ഈവൻ ഫോർ സം ഹവേഴ്സ് വി മേ ഹാവ് ടു ഗോ ടു ദ സെൻറ്റർ ആൻഡ് ബെഗ് ഫോർ ഇറ്റ്. ഈ പോയം തുടങ്ങുന്നതിന് മുന്നേ വളരെ സാറ്ററിക്കലായിട്ട് പറയുന്ന ഒരു എലമെൻ്റ് ആണ്. നമ്മുടെ കഥാനായകൻ ഹസ്കി ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് പലതരം ടോയ്സ് ഉണ്ടാക്കും. അത് വാങ്ങാൻ കുട്ടികൾ ക്യൂ നിൽക്കും. അതുകൊണ്ട് അവരുടെ മുന്നിൽ ഞാനെന്തൊരു വലിയ സംഭവമാണെന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടേ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ആ പോയിന്റ് ഓർത്തിട്ടാണ് നമ്മുടെ അവസാനമാകുമ്പോൾ പറയുന്നത് ഇനി കുറച്ച് ടോയ്സ് ഉണ്ടാക്കാനും ഞാൻ സെൻറ്ററിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ടി വരുമോ എൻ്റെ ഭഗവാനെ എന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. Then one cannot miss the social criticism raised in the poem about the people who are not reluctant to discard their age-old traditions and customs. എന്താണ്, കാലം മാറുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, ഇത്രയും നാൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള കസ്റ്റംസും ബിലീവ്സും ഒക്കെ കാറ്റിപ്പറത്തിയിട്ട് നാട് ഓടുന്നതനുസരിച്ച്, നാട് ഓടുമ്പോൾ നടുവേ എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിക്ക് ചെയ്തു വന്നിട്ടുള്ള എല്ലാ പ്രാക്ടീസസും ഇല്ല, അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ തമാശ രീതിയിൽ അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്ന ഒരു ഐഡിയ നൽകുന്ന ഒരു പോയമാണ് ഈ ഒരു പോയം. ഓക്കെ ആണല്ലോ അല്ലേ? സെറ്റാണല്ലോ? മനസ്സിലായോ? ആൻഡ് ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് പല ക്വസ്റ്റ്യൻസ്, എസ്സേ വരാം, ആർട്ടിക്കിൾ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്, ഡ്രഗ് അബ്യൂസ് ബേസ് ചെയ്തിട്ടൊരു സെമിനാർ നടക്കുകയാണ്, അനൗൺസ്മെൻറ്റ് ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാം. സോ ഇതിൻ്റെ മെയിൻ കോണ്ടന്റ് എന്തൊക്കെയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് ഇറ്റ്സ് ബൈ ഡോക്ടർ ഹാർഡൻ ബി ജോൺസ്. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്? ഡോക്ടർ ഹാർഡൻ ബി ജോൺ സ്റ്റാർട്ട്സ് ബൈ സെയിങ് ദാറ്റ് പീപ്പിൾ ഡിസ്കവർ ഡ്രഗ്സ് ടു പ്രിവെൻറ്റ് സിക്നസ്. അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ദിസ് മെയ്ഡ് ഫോക്സ് തിങ്ക് ദാറ്റ് ടേക്കിംഗ് എ പിൽ കുഡ് ഫിക്സ് എനി കൈൻഡ് ഓഫ് ഇൽനെസ്. പക്ഷേ മനുഷ്യർക്ക് അപ്പോഴത്തേക്ക് ഒരുതരം ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞു, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇതുപോലെ ഒരു ഗുളിക കഴിച്ചാൽ അതിൻ്റെ എല്ലാ പ്രശ്നവും, ശാരീരികം, ഫിസിക്കൽ ആയിക്കൊള്ളട്ടെ, മാനസികം, മെൻ്റൽ പ്രോബ്ലംസ് ആയിക്കൊള്ളട്ടെ, ഒരൊറ്റ പില്ലിൽ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണ, മിസ്കൺസെപ്ഷൻ ആൾക്കാരുടെ ഇടയിൽ വളരെയധികം കൂടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ബട്ട് ഡോക്ടർ ജോൺസ് warns that if you use drugs the wrong way, you might lose your ability to deal with life's challenges using qualities like hard work, self-control and thinking. പക്ഷേ അനാവശ്യമായിട്ട് ഇതുപോലുള്ള പിൽസ് കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെയാണ് ബാധിക്കാതെ, ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, മെൻ്റൽ സിറ്റുവേഷൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിനെ അല്ലെങ്കിൽ സെൽഫ് കൺട്രോളിനെ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അതിനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഇത് തിരിച്ചടിക്കും. നോട്ട് ദ പോയിന്റ് കേട്ടോ. ഹി ഓൾസോ സീസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഫെയർ ടു ബ്ലെയിം ഡോക്ടേഴ്സ് for drug problems because doctors have been helping people for a very long time. ഇതിങ്ങനെ പറയുമ്പോഴത്തേക്ക് വേറൊരു ടെൻഡൻസി ഉണ്ട്, ഇതൊക്കെ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡ് ഇത്രയും മരുന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താൻ ഒരു ഇതുണ്ട്. പക്ഷേ അങ്ങനെ അല്ല, അവർ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതിനുണ്ടാക്കുന്നത്. പക്ഷേ ഇതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്. അത് വേറെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ഇറ്റ് ടോക്സ് അബൌട്ട് ഹിപ്പോക്രറ്റീസ് ഓൺ ഓൾ ഗ്രീക്ക് ഡോക്ടർ ഹൂ ഇസ് ലൈക്ക് ദ സൂപ്പർ ഹീറോ ഓഫ് മെഡിസിൻസ്. നമ്മുടെ ഗ്രീക്ക് മെഡിസിനിൽ പറയുന്ന ഹിപ്പോക്രറ്റീസ് പോലും ഇതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അന്നേ തുടങ്ങിയ ഒരു ബിലീഫ് അല്ലെങ്കിൽ വേ ഓഫ് മെത്തേഡാണ്, ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഇന്നും ഫോളോ ചെയ്ത് വരുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ആക്ഷൻ യങ് ജനറേഷൻ്റെ ഉള്ളിൽ വരുന്നു എന്ന് വെച്ച് ഡസൻ മീൻ that this particular medicine field എന്ന് പറയുന്നത് അത്ര മോശമാണെന്ന് നമുക്ക് ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല, അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? Hippocrates used to give medicines based on what was wrong with a person, and today's doctors still do that. ആൾക്കാർക്ക് എന്താണോ പ്രശ്നം എന്ന് മനസ്സിലാക്കി, ശാരീരികമാണോ മാനസികമാണോ അതല്ല വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാണോ ഇവരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഇങ്ങനെ ഒരെണ്ണം വന്നേന്ന് വളരെയധികം മനസ്സിലാക്കിയിട്ടാണ് മരുന്ന് കൊടുത്തിരുന്നത്. അതേപോലെയാണ് ഇപ്പോഴത്തെ ഡോക്ടേഴ്സും പ്രാക്ടീസ് ചെയ്യുന്നത്. While medicines can be good for curing sickness, Dr. Jones says taking medicines when you are not sick can hurt your body and brain. കാരണം എന്താ പറയുന്നത്, നമുക്ക് അസുഖം വരുമ്പോൾ മെഡിസിൻസ് കഴിക്കും, അങ്ങനെ മെഡിസിൻസ് കഴിക്കുമ്പം അസുഖം ഇല്ലാതാകും, അത് ഒരു കണ്ടീഷൻ. പക്ഷേ ഒരു അസുഖം ഇല്ലാത്തപ്പോൾ പോലും എന്തിൻ്റെയെങ്കിലും ടെൻഡൻസിയുടെ പേരിൽ ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് നമ്മളെ എന്തൊക്കെ രീതിയിൽ ബാധിക്കും? ബ്രെയിനിനെ ബാധിക്കും,
ബോഡിയെ ബാധിക്കും. ഓക്കെ, സാധാരണ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ബോഡിയെ ബാധിച്ച് ക്ഷീണിച്ചിങ്ങനെ നിൽക്കുന്ന. അത് മാത്രമല്ല ബ്രെയിനിനെയും ബാധിക്കും. ബ്രെയിനിനെ ബാധിച്ചാൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്താൽ എന്താ അർത്ഥം അല്ലേ? ആ ഒരു അവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ടെങ്കിൽ ഒന്ന് തംസ് അപ്പ് ഒക്കെ കാണിക്കണം കേട്ടോ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ തിരിച്ചും ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹാർഡൻ സീൻസ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മെഡിസിൻ ആൻഡ് പ്ലഷർ ഡ്രഗ്സ്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ അസുഖം വരുമ്പോൾ കഴിക്കുന്നതും അല്ലാതെ ഈ പ്ലഷർ ഡ്രഗ്സ്. വാട്ട് ഡു യു മീൻ ബൈ പ്ലഷർ ഡ്രഗ്സ് ഹിയർ? സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറയും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റിൽ പറയുന്ന വേർഡ് എന്താണ്? സെൻഷ്വൽ ഡ്രഗ്സ്. ഇത് രണ്ടും തമ്മിൽ, സെൻഷ്വൽ ഡ്രഗ്സും അതേപോലെ തന്നെ മെഡിസിനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പ്ലഷർ ഡ്രഗ്സ് ആർ ദോസ് ദാറ്റ് യുവർ ബോഡി ഡസൻറ്റ് റിയലി നീഡ്. ഈ പ്ലഷർ ഡ്രഗ്സ് അല്ലെങ്കിൽ സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം നമ്മുടെ ബോഡിക്കില്ല. എന്തെങ്കിലും അസുഖം വരുന്ന മരുന്ന് കഴിക്കുന്നത് ഇസ് ഓക്കെ ഫൈൻ. പക്ഷെ അനാവശ്യമായിട്ട് ഈ കഴിക്കുന്ന സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ബോഡിക്ക് ഒട്ടും ആവശ്യമില്ല. ദേ ജസ്റ്റ് മേക്ക് യു ഫീൽ ഗുഡ് ബൈ എക്സൈറ്റിംഗ് യുവർ ബ്രെയിൻസ് പ്ലഷർ സെൻറ്റേഴ്സ്. നമ്മുടെ ബ്രെയിനിലുള്ള പ്ലഷർ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ്, എന്തൊക്കെയോ മിമിക്രി കാണിച്ചു കൂട്ടുന്നതാണ്, അല്ലാതെ ഒന്നും പ്രത്യേകിച്ച് അവിടെ സംഭവിക്കുന്നില്ല. യുവർ ബ്രെയിൻ കൺട്രോൾസ് ഹൗ യു ഫീൽ ആൻഡ് തിങ്ക് ത്രൂ കെമിക്കൽസ്. നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് നിങ്ങളിൽ കൂടെ അല്ല, പകരം വേറെ കുറേ കെമിക്കൽസ്, മേഡപ്പ് ആയിട്ടുള്ള കെമിക്കൽസ് കാരണം അതിന് കുറച്ച് തോട്ട്സ് ഉണ്ടാകുന്നു, കുറച്ച് സന്തോഷം ഉണ്ടാകുന്നു. ഈ സന്തോഷം പോകുമ്പോൾ സങ്കടം വരുന്നു. അങ്ങനെയാണോ വേണ്ടത്? അല്ല, അതെല്ലാം നമ്മുടെ കൺട്രോളിലായിരിക്കണം. സ്വന്തം ബ്രെയിൻ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇഷ്ടം? ഓക്കെ, ദെൻ വെൻ സമൺ സ്റ്റാർട്ട്സ് യൂസിങ് ഡ്രഗ്സ് ടു മച്ച് ദേ ഓൾവേസ് വാണ്ട് മോർ. ഒരു തവണ ഡ്രഗ്സ്, ഈ അറിവില്ലായ്മ കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ്സ് ഒരു തവണ യൂസ് ചെയ്താൽ പിന്നെയും യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ തോൽവി സംഭവിക്കുന്നത്. ആൻഡ് ഇഫ് ദേ കീപ് യൂസിങ് എ ലോട്ട് ദ ഗുഡ് ഫീലിംഗ് സ്റ്റോപ്സ്. ആദ്യം ഒരു സുഖമൊക്കെ തോന്നും, അത് കഴിയുമ്പോൾ കുറച്ചും കൂടെ വേണം എന്ന് തോന്നും. അത് കഴിഞ്ഞ് ചെയ്യുമ്പോഴോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ളൊരു സംഭവം മനസ്സിലാവും. പക്ഷെ അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വൈകിട്ടുണ്ടാവും. എൻ്റെ പൊന്നു മോനെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സം പീപ്പിൾ തിങ്ക് ഡ്രഗ്സ് ക്യാൻ മേക്ക് പ്രോബ്ലംസ് ഗോ അവേ, ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. ചില മണ്ടന്മാർ വിചാരിക്കും ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞതിന് എല്ലാ സൊല്യൂഷൻസും ഇല്ലാതാക്കാൻ പറ്റും, പിന്നെ സെറ്റാണ്, ലൈഫ് പൊളിയാണെന്നും പറഞ്ഞിട്ടായിരിക്കും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുക. പക്ഷെ അത് ലോകം മണ്ടത്തരാണ്. ഓക്കെ മാം, ചാപ്റ്റർ നെയിം വെരി ഗുഡ്. ആരാ ചോദിച്ചത്? മനീഷ്. ഓക്കെ, ക്ലാസ്സിൽ ഇപ്പോഴാണോ ജോയിൻ ചെയ്തത്? ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ഡോക്ടർ ഹാർഡിൻ ബി ജോൺസിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. ലെസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റായി. ഇനി നമ്മൾ പോകുന്നത് പോസിബിൾ ക്വസ്റ്റ്യനിലേക്കായിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. യൂണിറ്റ് 1, 2, 3 ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ യൂണിറ്റ് 4ലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ പോളിഷ് ചെയ്ത് നാളെ ബൂസ്റ്റർ ക്ലാസ്സിൽ വരുന്നുണ്ട്. സോ ഡോണ്ട് വറി. ഓക്കെ, and people who use drugs too much start feeling sad, having physical problems and acting differently. So ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് പിന്നീട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ കാര്യമില്ലാതെ സങ്കടപ്പെടും, ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും, ഹെൽത്ത് വൈസ് അവർ ഭയങ്കര വീക്കായി പോകും, ആക്ടിങ് ഡിഫറെൻ്റ്ലി. പറയുന്നത് എന്താണോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അതായിരിക്കില്ല ചെയ്യുന്നത്, വേറെ പലതുമായിരിക്കും ചെയ്യുന്നത്. കാരണം എന്താണ്? നിങ്ങളുടെ ബ്രെയിൻ സെൽസ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളാണോ? അല്ല, പ്ലഷർ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് സെൽസ്, കെമിക്കൽസ് അവിടെ നിന്ന് പണി തരുന്നതാണ് നിങ്ങൾക്ക് അല്ലേ? ദേ ലോസ് ട്രാക്സ് ഓഫ് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ദം ആൻഡ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൂ ദേ ആർ ടോക്കിംഗ് ടു. സ്വന്തമായിട്ട് സംസാരിക്കുന്നത് പോലും ആരോടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തരം ഒരു ഫൂളായിട്ട് നിൽക്കും ബാക്കിയുള്ളവരുടെ മുന്നിൽ. ആൻഡ് ദ മൈൻഡ് ഈസ് ഓൾവേസ് അപ്സെറ്റ്. ഭയങ്കര നിരാശ, എപ്പോഴും ഭയങ്കര നിരാശ, പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് ദേ മൈറ്റ് ഫീൽ ലൈക്ക് എവ്രി വൺ ഈസ് ലുക്കിംഗ് അറ്റ് ദം സ്ട്രേഞ്ച്ലി. മര്യാദയ്ക്ക് നടന്നു പോകുമ്പോൾ ഒരാൾ തിരിച്ചു വരുമ്പോൾ നോർമലായിട്ടുള്ള ഒരു മനുഷ്യനെ ഒന്നിച്ചിരിക്കും അല്ലേ, ഹായ് എന്നുള്ള രീതിയിൽ. വേറെ ഇപ്പം ഇതേപോലെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഇവനെന്നെ നോക്കുന്നുണ്ട്, ഇവനെന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, എന്തോ ശരിയല്ല, കണ്ടോ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, എന്നാൽ പിന്നെ ഇവനിട്ട് ഒരു പണി കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ ആറ്റിറ്റ്യൂഡ്. കാരണം ഇവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് നോർമൽ മനുഷ്യന്മാരെ പോലെ അല്ല. സംടൈംസ് ദേ ഈവൻ ഫീൽ ലൈക്ക് ദേ ആർ ഡെഡ് ഇൻസൈഡ്. ചിലപ്പോൾ വിചാരിക്കും ആത്മാവേ എന്നുള്ള ഒരു അവസ്ഥയിൽ എന്തോ ഇങ്ങനെ നടക്കുകയാണ്, മരിച്ചിരിക്കുകയാണ്, സ്വന്തമായിട്ട് എന്തോ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു രൂപം, ഒരു ജീവി, ഒരു ബന്ധം, എന്തോ സാധനം അല്ലേ, ആ ഒരു രീതിയിലായിരിക്കും വേറെ കുറച്ച് ഫീൽ ഉണ്ടാകുക. സോ എന്തിനാണ് ഈ പണിക്ക് പോകുന്നതെന്നാണ് ഹാർഡിൻ ബി ജോൺസ് ചോദിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ചാപ്റ്റർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ആവശ്യവും കൂടെയാണ്. ആൻഡ് ഡ്രഗ്സ് ക്യാൻ മേക്ക് പീപ്പിൾ റിയലി സിക്ക്.
വയ്യാണ്ടാക്കും, തളർത്തിക്കളയും. ആൻഡ് ഇഫ് ഡ്രഗ് യൂസേഴ്സ് ഷെയർ നീഡിൽസ് ഓർ യൂസ് ഡോട്ടി ടൂൾസ് ഇറ്റ് ക്യാൻ കോസ് മോർ പ്രോബ്ലംസ്. ഇതേപോലുള്ള ഡ്രഗ് യൂസേഴ്സ് ഒരാൾ തന്നെ യൂസ് ചെയ്യുന്ന നീഡിൽസ് പോലുള്ള ടൂൾസ് വേറെ ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹൈജീൻ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ടും കൂടെ റിസൾട്ട് വരും. ആൻഡ് സ്നിഫിംഗ് കൊക്കെയിൻ ആൻഡ് അഫെറ്റമൈൻ ക്യാൻ ഡാമേജ് ദ ടിഷ്യൂസ് ഇൻ ദ നോസ്. ഈ കൊക്കെയിൻ പോലുള്ളത് സ്നിഫ് ചെയ്യുന്ന രീതിയിൽ വേറെ കുറച്ച് ഡ്രഗ്സ് യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ നോസ് ടിഷ്യൂസ് വരെ ഡാമേജ് ആകും. സ്മോക്കിംഗ് മരിjuana ആൻഡ് ടൊബാക്കോ ക്യാൻ ഹേർട്ട് ദ ലങ്സ്. നമ്മുടെ ലങ്സിന് പണി കിട്ടും. ഇതുപോലുള്ള അടിക്കേണ്ടാത്തത് അടിച്ചാൽ ലങ്സിന് പണി കിട്ടും. ഡ്രിങ്കിങ് എ ലോട്ട് യൂസിങ് സ്ട്രോങ് കെമിക്കൽസ് ആംഫെറ്റമൈൻസ് ആൻഡ് മരിjuana ക്യാൻ സ്ട്രോങ്ലി ഹാം ദ റിവർ. നിങ്ങളുടെ ലിവർ അടിച്ചു പോകും. ഓക്കെ, വെൻ പ്രഗ്നന്റ് വുമൻ യൂസ് ഡ്രഗ്സ് ദെയർ ബേബീസ് ക്യാൻ ഗെറ്റ് അഡിക്റ്റഡ് ആൻഡ് ഹാവ് വിഡ്രോവൽ സിംറ്റംസ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണ് ഡ്രഗ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പാവം ഇതൊന്നും അറിയാതിരിക്കുന്ന ആ വയറ്റിലെ ഫീറ്റസ് വരെ അതിന് പോലും വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പാവല്ലേ, ആലോചിച്ചിട്ട് തന്നെ സങ്കടം വരിക. ഡ്രഗ് യൂസേഴ്സ് ആർ മോർ ലൈക്ലി ടു ഗെറ്റ് സിക്ക് വിത്ത് ന്യൂമോണിയ. വരുന്നുണ്ട്, ലിസ്റ്റ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ന്യൂമോണിയ വരും, ട്യൂബർക്കുലോസിസ് വരും, മാൽനറിഷ്ഡ് ആയിരിക്കും, ആൻഡ് വെയിറ്റ് ലോസ് ഉണ്ടാകും. ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഫിസിക്കലി ഉണ്ടാവും. പിന്നെ മരിച്ച എന്തോ ഒരു സാധനമാണെന്നുള്ള സാധനം എന്താണ് ഉള്ളിലും ഉണ്ടാവും. ഫിസിക്കലും മെൻ്റലും ഈ ഒരു അവസ്ഥയാകുമ്പോഴത്തേക്ക് പിന്നെ കാര്യത്തിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു തീരുമാനമാകും അല്ലേ. ടേക്കിംഗ് ടു മച്ച് പ്ലഷർ ഡ്രഗ്സ് ക്യാൻ ഈവൻ ലീഡ് ടു ദി ഹാർട്ട് ഓർ ലങ് സ്റ്റോപ്പിംഗ് കോസിംഗ് ഡെത്ത്. അവസാനമായി ഇതുപോലുള്ള ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് വരെ നിന്ന് പോകും. പിന്നെന്താ, പിന്നെ പറഞ്ഞിട്ട് ഈ ഡിസ്കഷന് തന്നെ അർത്ഥമില്ല. ആ ഒരു രീതിയിൽ ആയി മാറും. സോ ഡിപ്പെൻഡിങ് ഓൺ ടീച്ചർ കമൻറ്റ് നോക്കേ എന്നാ പറയണ്ടേ, ടീച്ചറെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഞാൻ കമൻറ്റ് നോക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം, നിങ്ങളിൽ എൻ്റെ ഭയങ്കര വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഞാൻ ക്ലാസ്സും എടുത്ത് പോവുകയാണ്. സോ ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് ഡാമേജ് ഇസ് ഡൺ ദ പ്രോബ്ലംസ് ഫ്രം ഡ്രഗ്സ് ക്യാൻ ഈദർ ഗോ അവേ ആഫ്റ്റർ സം ടൈം ഓർ ലാസ്റ്റ് ഫോർ അവർ. സോ ഈ എടുക്കുന്ന ഇൻടേക്കിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എത്രത്തോളം നീണ്ടു നിൽക്കും. ചിലത് അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ പോകും. പക്ഷെ ചിലത് പെർമനൻ്റ് ആയിരിക്കും, ലൈഫ് ലോങ് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഡോക്ടർ ഹാർഡൻ ബി ജോൺസ് ends the article by saying it talks about how drugs affect the brain because not many people realize how much drugs can hurt the brain. ഇത് ഈ ഒരു എസ്സേ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഡ്രഗ്സ് എങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിൻസിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. സാധാരണ കോമൺ പീപ്പിളിന് ഡ്രഗ്സ് യൂസ് ചെയ്താൽ ശരീരത്തിന് കേടാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൺട്രോളും പവറും നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ മാറും എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ബ്രെയിനിന് ടെട്ടിൻ്റെ പണി തരും എന്നുള്ളത് ആർക്കും അറിയില്ല. ആ ഒരു പോയിന്റിനെ പിടിച്ചിട്ടാണ് ഹാർഡൻ ബി ജോൺസ് ഈ എസ്സേ ആണെങ്കിലും എൻഡ് ചെയ്യുന്നത്. ബിക്കോസ് കോമൺ പീപ്പിൾ വി ആർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്സ് ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെ, ഹാർംഫുൾ ഇഫക്ട്സ് ഓൺ ബ്രെയിൻ എന്നുള്ളതും കൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള. ഏതൊക്കെയാണ്? യൂണിറ്റ് 1, 2, 3, 4, 3 L's of empowerment, any woman, matchbox, Horgaloo, Menting Wall, Amigo Brothers, the hours of truth, the three-wheel revolution, DD stammer, when a sapling is planted, rise dangers of drug abuse. ഇത്രയും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസിലേക്കും കൂടെ പോവാം. ഓക്കെ, സെറ്റ് ആണല്ലോ? Are you all ready to face the questions? ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഞാൻ പോവാണേ. ഓക്കെ, സോ എന്തായാലും പ്ലസ് ടുവിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സ്പീച്ച് നിങ്ങൾ എഴുതി വെച്ച ഒരു സ്പീച്ച് ഉണ്ടാകും. ആൻഡ് ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിൾ എന്താണ്? ഓൺ ആൻറ്റി ഡ്രഗ് ഡേ യു ആർ ആസ്ക്ഡ് ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ഡ്രഗ് അബ്യൂസ്, എ സോഷ്യൽ മെനസ്, ഡ്രാഫ്റ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്. കാരണം നമ്മളിവിടെ പഠിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് 4 ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ പഠിച്ചു. അപ്പം ഡ്രഗ് അബ്യൂസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷോർട്ടാണ്, ഉറപ്പായിട്ടും ഉണ്ടാകും. ഇതേപോലെ സ്പീച്ചിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് എന്ത് വരാം, ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. വിമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോട്ടോ, ഉണ്ടാകും. കാരണം നമ്മുടെ യൂണിറ്റ് 1ഉം 2ഉം എടുക്കുകയാണെങ്കിൽ സ്ത്രീകളെക്കുറിച്ചാണല്ലോ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡ്രഗിൻ്റെ കാര്യവും പറയുന്നുണ്ട്. സോ സ്പീച്ചിൻ്റെ കാര്യം അത് ഓർത്ത് വെച്ചോണം. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ഉണ്ടാകും. സോ ഒരു സ്പീച്ച് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ കയറി സ്പീച്ച് ഓക്കെ, ഒരു സ്പീച്ച് എഴുതുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണ്? ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ ഈ
സല്യൂട്ടേഷൻ വേണം, ഇൻട്രൊഡക്ഷൻ വേണം. ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗുഡ് മോർണിംഗ് എവ്രി വൺ, ടുഡേ ഐ എം ഹിയർ ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്താണോ ടോപ്പിക് അതെന്താണെന്ന് പറയുക. അതിനെക്കുറിച്ച് 2 to 3 സെൻറ്റൻസസ് കൊടുക്കുന്നതാണ് ഫോമാറ്റ് ഓഫ് ദ സ്പീച്ചിൽ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ബോഡി പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ അങ്ങോട്ട് മാക്സിമം വലിച്ചു നീട്ടുക. ടോപ്പിക്കിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അത് മനുഷ്യരിൽ നടത്തുന്ന എഫക്ട്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതൊക്കെ കൂടെ ഡിസ്കസ് ചെയ്യുക. ഈ പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതാണ് എന്തായിട്ട് കൺക്ലൂഷനായിട്ട് പറയേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ വ്യൂ പോയിന്റ് പറയുക. ഒപ്പം തന്നെ എന്താണ് ഇതൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും, ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹോപ്പ്ഫുൾ രീതിയിൽ ഒപ്റ്റമിസ്റ്റിക് ലെവലിൽ വേണം സ്പീച്ച് എൻഡ് ചെയ്യാൻ. ഒരു കാര്യം ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ ആണെങ്കിലും എസ്സേ ആണെങ്കിലും ഇതുപോലുള്ള സ്പീച്ച് ആണെങ്കിലും കാര്യം എഴുതുന്നത് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം അല്ലേ. ടോപ്പിക്ക് വരും, ആ പറയുന്ന രീതി. ആർട്ടിക്കിളും മറ്റേതുമാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാനാണെന്നും പറഞ്ഞിട്ട് നമുക്ക് എസ്സേയും ആർട്ടിക്കിളും എഴുതാൻ പറ്റില്ല. ആ ഒരു സ്ട്രക്ചർ മാത്രം ഓർത്താൽ മതി. സ്പീച്ച് എന്ന് പറയുന്നത് ഒരാൾ പറയുന്നതാണ്, പക്ഷേ എസ്സേ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എഴുതുന്നതാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ഡിഫറൻസ് ശ്രദ്ധിക്കുക. പിന്നെ സ്പീച്ചിൻ്റെ കാര്യമാകുമ്പോൾ സ്പീച്ച് ആണെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിലും ശരി, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടോ അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ അതൊക്കെ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് നിൽക്കും. അത്രയും മാത്രം ഓർത്താൽ മതി. സ്പീച്ചിൻ്റെ കാര്യത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്, വൈ ആം ഐ സ്റ്റാൻഡിങ് ഹിയർ ഓർ ഐ എം ഹിയർ ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട്, ആ ഒരു രീതിയിൽ വേണം ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടുത്തെ എന്താണ്, ആൻറ്റി ഡ്രഗ് ഡേയിൽ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ടാണ് ഒരു സ്പീച്ച് പറയേണ്ടത്. സോ സല്യൂട്ടേഷൻ വേണം, അതായത് ഗുഡ് മോർണിംഗ് എവ്രി വൺ എല്ലാവരെയും അഡ്രസ് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ മിസ് ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് കണ്ടോ. ഡിയർ ഫ്രണ്ട്സ്, ഹിയർ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക് ഡ്രഗ് അബ്യൂസ് ആസ് സോഷ്യൽ മാനേഴ്സ് വി ഫേസ് ഡിഫറെൻറ്റ് ചാലഞ്ചസ് ഇൻ ദ മോഡേൺ വേൾഡ്. നമ്മൾ നമ്മുടെ ഈ ആധുനിക ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. Drug abuse is one among them. It's a serious social menace. It causes physical and mental problems. Its social consequences are beyond words. Even the innocent school children become the victims of drug abuse. എന്താണ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഈവൻ നമ്മുടെ കുട്ടികൾ പോലും, സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും ഇതിൻ്റെ ഒരു വിക്ടിംസ് ആയി മാറുകയാണ്. ഇത്രേ പറയുന്നുള്ളൂ. എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്തൊക്കെ ഫിസിക്കൽ പ്രോബ്ലംസ് ആണ്, എന്തൊക്കെ മെൻ്റൽ പ്രോബ്ലംസ് ആണെന്ന് പറയുന്നില്ല. ഒരു ഹിൻറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആൻഡ് അതാണ് ഇൻട്രൊഡക്ഷനിൽ പറയുക. അത് അടുത്ത സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ വലിച്ചു നീട്ടാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണത്? പീപ്പിൾ യൂസ് sensual drugs to change their mood. They use such mood altering drugs without understanding their real consequences. എന്തൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് പലരും ഈ സെൻഷ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, പ്ലഷർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. സെൻഷ്വൽ ഡ്രഗ്സ് കോസസ് സീരിയസ് ഹെൽത്ത് ഡിസോർഡേഴ്സ്, പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. ദേ എഫക്ട് ദ കെമിസ്ട്രി ഓഫ് ബ്രെയിൻ സെൽസ്, നമ്മുടെ ബ്രെയിൻ സെൽസ്. കാരണം നമുക്കറിയാം ഫിസിക്കൽ മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ബ്രെയിൻ സെൽസും ഡാമേജ് ആക്കും എന്നുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മൾ അറിയാറില്ല. They activate our brain's pleasure centers. They upset the natural functioning of our brain through some chemical processes. അത് നമ്മുടെ ബ്രെയിൻ സെൽസിൽ പണി തരുന്നു. ആൻഡ് നാച്ചുറൽ ആയിട്ട് ഓരോ തീരുമാനം എടുക്കേണ്ടതിന് പകരം ഇവരാണ് നമ്മളെ കൺട്രോൾ ചെയ്ത് ഓരോ ആക്ഷൻസ് ചെയ്യിപ്പിക്കുന്നത്. Continuous use of such sensual drugs lead to the weakening of our brain cells. Gradually, our pleasure mechanism stops functioning. Thus, the addict feels depressed. So, ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വളരെയധികം ഡിപ്രസ്ഡ് ആകുന്നു. ഒന്നും പോരാതെ വരുന്നു, ദേഷ്യം വരുന്നു, ലൈഫ് അവിടെ കുളമാകുന്നു. ഹി ഫീൽസ് ഡെഡ് ഇൻസൈഡ്, മരിച്ചതുപോലെ തന്നെയാണ് ലിവിങ് പേഴ്സൺ, ഡെഡ് പേഴ്സൺ ഹൂ ഈസ് ലിവിങ് എന്നുള്ള ഒരു അവസ്ഥ. There are many drug-related health disorders. Its use leads to respiratory problems and cardiac failures. ഇതുപോലുള്ള പ്രശ്നങ്ങളും അതുണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടെന്ന് മാത്രമേ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്നുള്ളത് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞു. ഓക്കെ ആണേ. ഇനി കൺക്ലൂഷൻ വരുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈഡ് മാറിയില്ലേ, സോറി. ആൻഡ് കൺക്ലൂഷൻ വരുമ്പോഴത്തേക്ക് എന്താ പറയുക, സെൻഷ്വൽ ഡ്രഗ്സ് ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അറ്റ് പ്രസൻറ്റ് എന്താണ് സംഭവിക്കുന്നത്, ഓരോ ദിവസവും ഇതിൻ്റെ യൂസ് കൂടി വരുകയാണെന്ന് പറയുന്നുണ്ട്. വി ഷുഡ് കണ്ടക്ട് അവെയർനെസ് ക്ലാസ്സസ്. ഓക്കെ, പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞു. ഇനി കൺക്ലൂഷനിൽ വരുമ്പോൾ എന്താണ് വേണ്ടത്, അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പം അവെയർനെസ് ക്ലാസ്സസ് സ്കൂൾസിലാണെങ്കിലും കോളേജസിലാണെങ്കിലും യങ് ജനറേഷൻ്റെ ഇടയിൽ കൂടുതൽ അവരെ അവെയർ ആക്കുക. അതിന് ഗവൺമെൻറ് ചെയ്യേണ്ട പോളിസീസ് ഇതാണ്, അവരുടെ റോൾ ഇതാണ്, ഫാമിലിയുടെ പാരൻസിൻ്റെ റോൾ ഇതാണ് എന്നുള്ള രീതിയിൽ വേണം പറഞ്ഞു തീർക്കാനായിട്ട്. ഗവൺമെൻറ് ഷുഡ്
take stern steps to address the issue. ഈ ഇഷ്യൂവിനെ നേരിടാൻ ഗവൺമെൻറ് തന്നെ മുൻപോട്ട് ഇറങ്ങി വരണം. We should ensure the proper functioning of the de-addiction centers. De-addiction centers പോലുള്ള സ്ഥലങ്ങളുടെ ആ ഒരു എന്താണ് വർക്കിംഗ് കേപ്പബിലിറ്റി നമ്മളത് ജഡ്ജ് ചെയ്യുക തന്നെ വേണം. ലെറ്റ്സ് വർക്ക് ഹാർഡ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് വെയർ ദർ ആർ നോ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ഞാൻ പറഞ്ഞല്ലോ ഒപ്റ്റിമിസ്റ്റിക് ലെവലിൽ വേണം എൻഡ് ചെയ്യാൻ. നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. എന്തിന്? ഇതുപോലെയുള്ള സെൻഷ്വൽ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് അവർ ന്യൂ ജനറേഷൻ ഫ്രം ഡ്രഗ് അബ്യൂസ് ആൻഡ് അഡിക്ഷൻ. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ യങ് ജനറേഷൻ ഇതുപോലെ തല തിരിഞ്ഞു പോകാതിരിക്കാൻ, അല്ലേ? ഇതുപോലുള്ള ഡ്രഗ് അബ്യൂസും അഡിക്ഷനും ഒന്നും വരാതിരിക്കാനായിട്ട് യങ് ജനറേഷനെ ഇതിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ലെറ്റ്സ് പുട്ട് അവർ ഹാൻഡ്സ് ടുഗദർ, ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ് ടുഗദർ ഫോർ സോൾവിങ് ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് താങ്ക് യു പറഞ്ഞിട്ട് മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. ഇത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് പാരഗ്രാഫ് സ്പീച്ച് എന്ന് പറയുമ്പം സല്യൂട്ടേഷൻ അഡ്രസ് ചെയ്യുക, അത് കഴിഞ്ഞ് ടോപ്പിക് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ടോപ്പിക്കിനെ കുറിച്ച് 2 to 3 സെൻറ്റൻസസ് പറയുക. അത് കഴിഞ്ഞ് ബോഡി പാർട്ടിലേക്ക് വരുമ്പം ഈ പ്രോബ്ലം ശരിക്കും എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് പറയുക. അതിനുശേഷം ഇതിൻ്റെ എന്താണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഇറ്റ്സ് കോസസ്, ഇറ്റ്സ് ഹാർംഫുൾ ഇഫക്ട്സ്, ഇതിപ്പോൾ നമ്മുടെ സൊസൈറ്റി എങ്ങനെ ബാധിക്കുന്നു അതുപോലുള്ളതിനെ കുറിച്ച് പറയുക. ലാസ്റ്റ് കൺക്ലൂഷൻ വരുമ്പം ഈ പറഞ്ഞ പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്, അതിനൊക്കെ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഇതിന് വേണ്ടിയിട്ട് പോരാടാം, ഒരു നല്ല നാളേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഒപ്റ്റിമിസ്റ്റിക് ലെവലിൽ ഇത് എൻഡ് ചെയ്ത് താങ്ക് യു പറഞ്ഞ സ്പീച്ചിൻ്റെ 8 മാർക്സ് റെഡിയാണ്. ഓക്കെ, സെറ്റാണല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ദെൻ ഇനി എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പം ചില സെൻറ്റൻസ് തന്നിട്ട് കോട്ട് ചെയ്തിട്ട് സെൻറ്റൻസ് തരും. അത് ഏത് പാസേജിൽ നിന്നാണ്, എന്താണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇത് ആരുടെ അടുത്ത് പറഞ്ഞതാണ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 2 മാർക്സിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫാദർ മൈ ലൈഫ് ഇസ് ഇൻ യുവർ ഹാൻഡ്സ്, ഐ വോണ്ട് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ, ഐ ഡോണ്ട് നോ ഹൗ ഓൺലി ദാറ്റ് ഐ മസ്റ്റ്. സോ എന്താണ് പറയുന്നത്? ഫാദർ, I don't know what to do, but these are my plans. You need to help me because poor children in India need me. എന്നുള്ള രീതിയിൽ പറയുന്നത് ആരാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ആരാണ് ഇത്? നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഒരു ക്ലൂ ഞാൻ തരാം. നമ്മുടെ ക്യാരക്ടർ ഒരു പ്രിൻസിപ്പലിനെ കാണാനായിട്ട് കോറിഡോറിൽ വെയിറ്റ് ചെയ്യുന്നു. ബട്ട് ഷീ ഈസ് നോട്ട് ഗെറ്റിംഗ് എ ചാൻസ് ടു മീറ്റ് ഹിം. സോ സംവൺ ആരോ വന്നിട്ട് പറയുന്നുണ്ട് ദിസ് ഇസ് ദ വേ യു ക്യാൻ ഗോ ആൻഡ് മീറ്റ് ഹിം എന്ന് പറയുമ്പോൾ ഓടി കയറിയിട്ട് എന്താണ് റീസൺ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഫാദർ ഇതാണ് എൻ്റെ ഐഡിയ എന്ന് പറയുന്നത്, അതിനെനിക്ക് ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടിയേ പറ്റുള്ളൂ, ഫോർ ദാറ്റ് യു നീഡ് ടു ഹെൽപ്പ് മീ എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററാണ്? ദിസ് ഈസ് വിച്ച് ചാപ്റ്റർ എന്ന് എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കാനല്ല, ഞാൻ ചോദിച്ച ഉത്തരത്തിന് തിരിച്ചു തരാനാണ് പറഞ്ഞത്. ആൻസർ പറയൂ മിസ്, ഒന്ന് നോക്കട്ടെ, നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. നമ്മുടെ ദീദിയാണ്, ഷഹീൻ മിസ്രി ആണല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഇസ് ഐ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്? എനിക്കൊന്നും അറിയില്ല, എനിക്ക് അഡ്മിഷൻ വേണം എന്നിവിടെ പറയുന്നത് ആരാണ്? ഷഹീൻ മിസ്രി ആണല്ലേ? ഷഹീൻ മിസ്രി എവിടെ? ആൻസറൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഷഹീൻ മിസ്ട്രി എന്നോ ദീദി എന്നോ പറയാം, പക്ഷേ ഷഹീൻ മിസ്ട്രി എന്ന് പറയാം കേട്ടോ. ഹു ഇസ് അഡ്രസ്ഡ് ആസ് ഫാദർ? ഫാദർ എന്ന് ചെന്ന് വിളിക്കുന്നത് അച്ഛനെയാണോ? അല്ല, നമ്മുടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ പ്രിൻസിപ്പൽ. വാട്ട് വാസ് ഹിസ് നെയിം? ഓർമ്മയുണ്ടോ? ഫാദർ ഡിക്രൂസ്. ഫാദർ ഡിക്രൂസിനെ നിങ്ങൾ മറന്നോ? പ്രിൻസിപ്പലാണ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ്. ഓക്കെ ആണേ? സെറ്റാണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോയാലോ? ഇതുപോലുള്ള ഇതുണ്ടാവും കേട്ടോ. ചിലപ്പം നമ്മുടെ ഏതാണ് മാച്ച് ബോക്സിൽ അജിത്ത് നോമിതയുടെ അടുത്ത് പറയുന്ന എന്തെങ്കിലും കോട്ട് ചെയ്തിട്ട് തരാൻ ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ല. എന്താണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് ഡയലോഗ്സ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡയലോഗ്സ് ഓർത്തിരിക്കുക, ആരുടെ അടുത്ത് പറയുന്നതാണെന്ന് ഓർത്തിരിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. 2 മാർക്സിന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, ഡിക്രോസ്. ആ ഡിക്രോസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഡിക്രോസിൻ്റെ സ്പെല്ലിംഗ് ഇതാണോ? ഡിക്രോസേ എന്ന് വായിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഫാദർ ഡിക്രോസ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. നോബിത ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്, കമൻറ്റ് ഓൺ ദ സ്മൈൽ. സ്മൈലോ? സ്മൈൽ അല്ലടാ, സിമിലി. സോറി കേട്ടോ.
ഓക്കെ, നോമിത ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്. നോമിത പാമ്പിനെ പോലെ ചീറ്റാണ്. കമൻറ്റ് ഓൺ ദിസ് സിമിലി. വാട്ട് ഡു യു മീൻ ബൈ ദിസ് സിമിലി? നമ്മൾ പോയമൊക്കെ പഠിക്കുമ്പം ഡിസ്ക്രൈബ് ചെയ്യുന്ന പോയറ്റിക് ഡിവൈസസ് ആണ് അല്ലേ സിമിലി മെറ്റഫോർ എന്ന് പറയുന്നത്. സിമിലി ആൻഡ് മെറ്റഫോർ എന്ന് പറയുന്നത് ബേസിക്കലി കമ്പാരിസൺ ആണ്, കമ്പാരിസൺ ഓഫ് ടു തിങ്സ് ആണ്. പക്ഷേ സിമിലി കമ്പയർ ചെയ്യുമ്പോൾ വെൻ വി യൂസ് ടു ഡിഫറെൻറ്റ് തിങ്സ് ടു കമ്പയർ ഈച്ച് അതർ വി യൂസ് ദ വേർഡ് ആസ് ഓർ ലൈക്ക്. ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്നുള്ള വേർഡ് ഉപയോഗിച്ച് രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്യുന്നതിനെ സിമിലി എന്നും ഈ രണ്ട് വേർഡ്സ് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെ മെറ്റഫോർ എന്നും പറയും. ഓക്കെ ആണല്ലോ അല്ലേ? ഇവിടെ നോമിത ഹിസ്സസ് ലൈക്ക് എ സ്നേക്ക്, ലൈക്ക് എ സ്നേക്ക്, നോമിത പാമ്പിനെ പോലെ ചീറ്റുന്നു, ഇസ് ഓർ ലൈക്ക് അല്ലേ? അതുകൊണ്ട് ഇത് സിമിലിയായി മാറി. നോമിത എ സ്നേക്ക് എന്ന് പറയുകയാണെങ്കിലോ നോമിത ഒരു പാമ്പാണ് അല്ലെങ്കിൽ പാമ്പായിട്ടുള്ള നോമിത എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് മെറ്റഫറായി മാറും. ഓക്കെ, ഇതാണ് സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലാവുന്നുണ്ടോ? ആ ചാപ്റ്റർ അറിയാം മിസ്സേ. ഓക്കെ, മാച്ച് ബോക്സ്, വെരി ഗുഡ്. സോ നോമിതയുടെ ഇതിനെ എന്താണ് സൂചിപ്പിക്കുന്നത്? നോമിതാസ് അൺകൺട്രോളബിൾ ആങ്കർ എഗൻസ്റ്റ് അജിത്. അജിത്തിൻ്റെ അടുത്തുള്ള ദേഷ്യം, അമ്മയുടെ ലെറ്റർ വന്നു, കൊടുത്തില്ല, പറഞ്ഞില്ല, എന്നിട്ട് പോക്കറ്റിൽ ചുരുട്ടിക്കൂട്ടി കളയാൻ വെച്ചേക്കുകയാണ്. അപ്പം അജിത്തിൻ്റെ അടുത്ത് എന്തുകൊണ്ട് വൈ യു ഡിഡ്ന്റ് ഗിവ് മീ ദിസ് ലെറ്റർ എന്ന് ചോദിക്കുമ്പോൾ അതിന് കുറേ മുടന്ത ന്യായങ്ങൾ അജിത്ത് പറയുന്നുണ്ട്. എന്നിട്ട് സ്ത്രീകളെ മൊത്തത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വന്നു എൻ്റെ പൊന്നുമക്കളെ. പിന്നെ നോമിതയുടെ കാര്യം പറയണോ? അപ്പം നോമിതയുടെ അങ്ങോട്ടുള്ള ഭയങ്കര ദേഷ്യം, കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള ആങ്കർ അഗൻസ്റ്റ് അജിത്തിനെയാണ് പാമ്പിനെ പോലെ എന്ന് പറഞ്ഞ് ചീറ്റുന്ന രീതിയിൽ നോമിത കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ വെൻ യു കമ്പയർ ടു തിങ്സ് using the word as or like, it's known as a simile. And when you compare two things without using these words, അതായത് ഡയറക്റ്റ് കമ്പാരിസൺ വരികയാണെങ്കിൽ അത് മെറ്റഫറുമാണ്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, സാരി കീറിയില്ല, സാരി കത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ. തീപ്പെട്ടി എടുത്തിട്ട് കത്തിക്കുകയാണ് ചെയ്തത്, കീറുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ടീച്ചർ കെ പി പറയുന്നുണ്ട് ടീച്ചർ. യെസ് സൺ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആൻഡ് ഇറ്റ് സീംസ് ടു മീ. വാട്ട് ഡസ് റോബർട്ട് ഫ്രോസ്റ്റ് മീൻ ബൈ ദ വേർഡ് ഡാർക്ക്നെസ്? കിങ് കോബ്ര. ചീറ്റുന്നതിനാണോ കിങ് കോബ്ര എന്ന് പറയുന്നത്? ഇവിടെ ഒരാൾ ടീച്ചർ വിളിച്ച് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കെ പിയുടെ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡോണ്ട് വറി. ഓക്കെ, ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആൻഡ് ഇറ്റ് സീംസ് ടു മീ. അയാൾ ഡാർക്ക്നെസ്സിൽ മൂവ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്നാണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. റോബർട്ട് ഫ്രോസ്റ്റും നെയ്ബറും മെൻറ്റിങ് വോൾസ് ആണല്ലേ, വോൾ ശരിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരുട്ടിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. പക്ഷെ അയാൾ പറയുന്ന എന്തോ ഒരു ഡയലോഗിൽ റോബർട്ട് ഫ്രോസ്റ്റിന് തോന്നുകയാണ് ഇയാൾ ഏതോ ഇരുട്ട് പിടിച്ച സ്ഥലത്താണ്, അതായത് ഇയാൾക്ക് ബുദ്ധി വലിച്ചിട്ടില്ല, വെളിച്ചം ഉദിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്താണ് ആ ഡാർക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത് ക്വസ്റ്റ്യനിൽ വന്നതാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സെൻറ്റൻസോ തോട്ട്സോ ഏതെങ്കിലും ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്സിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഇവിടെ ഡാർക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലൈൻഡ് ബിലീഫാണ്. എന്താണ്? നല്ല വോൾസ് ആണ് നല്ല നെയ്ബേഴ്സിനെ ഉണ്ടാക്കുക എന്ന് നെയ്ബർ പറയുന്നുണ്ട്. എന്തിനാണ്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് സച്ച് എ ബിഗ് വോൾ ബിറ്റ്വീൻ അസ് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് ചോദിക്കുമ്പം നമ്മുടെ നെയ്ബർ പറയുന്നുണ്ട് അയാളുടെ ട്രഡീഷണൽ ബിലീഫ്. എന്താണ് ആ ട്രഡീഷണൽ ബിലീഫ്? നല്ല വോൾസ് ആണ് നല്ല നെയ്ബേഴ്സിനെ ഉണ്ടാക്കുക. വോൾസ് സ്ട്രോങ് ആണെങ്കിൽ നെയ്ബേഴ്സിൻ്റെയും കൂടെ കണക്ഷനും അത്രയും സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയുള്ള ബ്ലൈൻഡ് ബിലീഫിനെയാണ് ഇവിടെ ഡാർക്ക്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ അല്ലേ? ടീച്ചർ നമുക്കൊരു 1K അടിക്കാം. ഉറപ്പല്ലേ 1K അടിക്കേണ്ടതാണ്. എൻ്റെ കൂടെ നിങ്ങളും അതേപോലെ തന്നെ ഒറ്റക്കെട്ടോടെ പവറോടെ വരണം, എന്നാലാണ് 1K അടിക്കുക. ഒന്ന് പെട്ടെന്നൊന്ന് 1K ആക്കി തന്നേ എനിക്കും, അപ്പോൾ എനിക്കും സന്തോഷം. ഓക്കെ, പറഞ്ഞാൽ മാത്രം പോരാ, കാണിച്ചും കൊടുത്താ. ഓക്കെ, ദെൻ ഹി ഗിവ്സ് മീ അഡ്വൈസ് ദോ ഹി ഈസ് നോട്ട് മൈ ഫാദർ, റീറൈറ്റ് യൂസിങ് ആസ് ഇഫ്. സോ ആസ് എഫ് യൂസ് ചെയ്തിട്ട് ഗ്രാമർ പാർട്ടാണ് വരുന്നത്. ആസ് എഫ് ക്ലോസ് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറയാം. ഇവിടെ സെൻറ്റൻസ് എന്താണ്? ഹി ഗിവ്സ് മീ അഡ്വൈസ്. അയാൾ എനിക്ക് അഡ്വൈസ് തരും, ഉപദേശിക്കും. ഹി ഈസ് നോട്ട് മൈ ഫാദർ, ദോ ഹി ഈസ് നോട്ട് മൈ ഫാദർ. അയാൾ എൻ്റെ അച്ഛനല്ലെങ്കിലും എനിക്ക് അങ്ങനത്തെ ഉപദേശം തരും. അല്ലെങ്കിലും, അതായത് അച്ഛനെ പോലെയാണ് അഡ്വൈസ് തരുന്നതെന്നാണ്. ഹി ഈസ് നോട്ട്, ദോ ഹി ഈസ് നോട്ട് മൈ ഫാദർ, ഹി ഗിവ്സ് മീ അഡ്വൈസ് ജസ്റ്റ് ലൈക്ക് മൈ ഫാദർ. ഓക്കെ, സോ റീറൈറ്റ് യൂസിങ് ആസ് ഇഫ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ വരും? ഹി ഗിവ്സ് മീ അഡ്വൈസ് ആസ് ഇഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണോ അതേപോലെ, എൻ്റെ അച്ഛനെ പോലെ എനിക്ക്
അഡ്വൈസ് തരും. ദോ ഹി ഈസ് നോട്ട് മൈ ഫാദർ എന്നുള്ളതിനെ നമ്മൾ അങ്ങോട്ട് മാറ്റും. ഇവിടെ ദോ ഹി ഈസ് നോട്ട് മൈ ഫാദർ എന്നുള്ളതിനെ മാറ്റിയിട്ട് ആസ് ഇഫ് ഹി ഈസ് മൈ ഫാദർ, എൻ്റെ അച്ഛനെ പോലെയാണ് എനിക്ക് അഡ്വൈസ് തരുന്നതെന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആസ് ഇഫിൽ വരിക കേട്ടോ. ഓക്കെ, ദെൻ what reasons does Ashapurna Devi give for comparing women to matchboxes? Important ആണ്. മാച്ച് ബോക്സും വിമനും അതേപോലെ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അത് ഉറപ്പാണ്. ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സിനെ കുറിച്ചും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. ഓക്കെ, സോ വിമനെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യാനതിൻ്റെ റീസൺ എന്തൊക്കെയാണ്? കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, നോക്കിക്കേ. വിമൻ പോർട്രേഡ് ആസ് ക്വയറ്റ് എക്സ്റ്റേർണലി ബട്ട് കേപ്പബിൾ ഓഫ് എക്സ്പ്ലോസീവ് ഇമോഷൻസ്. നമ്മളെ ഗേൾ സ്റ്റുഡൻസ് എല്ലാം ഒരു തംസപ്പോ ഫയറോ എന്നിട്ട് കാണിച്ചു കൊടുത്തേ. എന്താ പറയുന്നത്? വിമൻ പോർട്രേഡ് ആസ് ക്വയറ്റ് എക്സ്റ്റേർണലി, പുറമെ ഭയങ്കര ശാന്ത സ്വഭാവമായിട്ട് എന്താണ് സൗമ്യഭാവത്തോടെ ഇരിക്കുകയാണ്, പക്ഷേ കേപ്പബിൾ ഓഫ് എക്സ്പ്ലോസിങ് ഇമോഷൻസ്, കത്തിക്കാനുള്ള പവർ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. തീപ്പെട്ടിക്കോടിനെ പോലെ തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. പുറമേ നോക്കിയാൽ ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ ഒരു ഒറ്റ തീപ്പെട്ടിക്കൊള്ളി മതി നമുക്ക് എന്തിനേയും കത്തിക്കാൻ. അതേപോലെയാണ് ഹ്യൂമൻ ബീങ്സ് അല്ല, വിമൻ ഇൻ പെർട്ടിക്കുലർ കേട്ടോ. ഇൻ ആങ്കർ നോമിത ബേൺസ് ദി എഡ്ജ് ഓഫ് ഹെർ സാരി യൂസിങ് എ മാച്ച് ബോക്സ്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവിടെ ഇരുന്ന് ഒരു തീപ്പെട്ടി എടുത്തിട്ടാണ്, മാച്ച് ബോക്സിൽ തീപ്പെട്ടി ഒഴിച്ചിട്ടാണ് സാരി കത്തിക്കുന്നത് അല്ലേ. ഇതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് പലതിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അജിത് വാൺസ് അഗേൻസ്റ്റ് വിമൻസ് ആങ്കർ. നമ്മുടെ അജിത്ത് പറയുന്നുണ്ടോ ഈ പെണ്ണുങ്ങളുടെ ദേഷ്യം സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പരിപാടി അവർ ഒപ്പിക്കുക എന്നുള്ള രീതിയിൽ അജിത്ത് മൊത്തത്തിൽ നിന്ന് ജനറലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ആൻഡ് നോമിത ലീവ്സ് ആൻഡ് ലൈസ് അബൌട്ട് ഹർ ബേൺ സാരി ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പെണ്ണല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ ഹിസസ് ലൈക്ക് എ സ്നേക്ക്, പാമ്പ് പോലെ ചീറ്റി വന്നിട്ട് ചെയ്യുന്ന ആക്ഷൻ എന്താണ്? അവിടെ ഇരുന്ന തീപ്പെട്ടി കൊണ്ട് കാണണോ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ കത്തിക്കുന്നത് അതേ ദേഷ്യത്തിൽ പോകാൻ പറ്റുമോ? റിനി അതായത് സിസ്റ്റർ ഇൻ ലോ വരുന്നു, അവിടെ ആ ഒരു കോൺവെർസേഷൻ എൻഡ് ആകുന്നു. അവിടെ നോമിത പിന്നെയും ബാക്കി എന്താണ് എന്തായിരുന്നു, വി ഓൾ എക്സ്പെക്ട് ഹർ ടു ബി നോർമൽ അല്ലേ. ഉടനെ തന്നെ നോർമൽ ആകുന്നു, ആ ഒരു മാസ്ക് എടുത്തിടുന്നു, എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ താഴെ ഇറങ്ങി ചെല്ലുന്നു. ആൻഡ് ഉള്ളതുപോലെയാണോ പറയുന്നത്? അല്ല, സൂക്ഷിക്കാതെ, ചേച്ചി പറയുന്നത് പോലെ സൂക്ഷിക്കാതെ അടുപ്പത്ത് നിന്ന് എന്തോ എടുത്തപ്പോൾ കത്തിപ്പോയതാണെന്നുള്ള രീതിയിൽ കള്ളം പറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ വുമൻ ഈസ് ദി പവേർഡ് ജെൻഡർ വിത്ത് എവറി ബീങ്. സോ ഇത് മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. ആ സെൻറ്റൻസ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആക്കി തന്നെ, അതാണ് യുവർ ഡ്യൂട്ടി. Okay, so Nomida joins other women in the kitchen. So എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും എത്രയൊക്കെ സങ്കടം ഉള്ളിലുണ്ടെങ്കിലും അവസാനം കിച്ചണിൽ ചെന്നിട്ട് ബാക്കി ഡ്യൂട്ടീസ് ചെയ്ത് തീർക്കുക. ദാറ്റ്സ് എന്തായിരുന്നു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ അത് നമുക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടിക്കും അവിടെ സ്കോപ്പില്ല. ഓക്കെ, സോ കള്ളത്തരം പറഞ്ഞ് പിന്നെയും അടുക്കള ജോലിയിലേക്ക് കയറി ചെല്ലുന്ന നോമിതയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. ദാറ്റ്സ് ദ റീസൺ. ആ അടുക്കളയിൽ ചെല്ലുമ്പോൾ എന്താണ്, തീയുണ്ട്, തീ എവിടുന്നാണ് വരുന്നത്? തീപ്പെട്ടി യൂസ് ചെയ്യുമ്പോഴാണ് വരിക. സോ ഇതെല്ലാം എന്താണ്, ഈ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ടൈറ്റിലിനെ എത്രത്തോളം ഈ ഒരു സ്റ്റോറി മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ടൈറ്റിലിനോട് ജസ്റ്റിസ് കാണിക്കുന്നുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി. പോർട്രേഡ് ആസ് ക്വയറ്റ് എക്സ്റ്റേർണലി ബട്ട് കേപ്പബിൾ ഓഫ് എക്സ്പ്ലോസീവ് ഇമോഷൻസ്. കത്തിക്കാൻ പറ്റുന്ന ഇമോഷൻസ് ഉള്ളിൽ കൊണ്ടിട്ടാണ് നടക്കുന്നത്, ഞാൻ ഉൾപ്പെടെ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ത്രീ ആണെങ്കിൽ. ആൻഡ് ഇൻ ആങ്കർ വുമൻ ബേൺസ് ദി എഡ്ജ് ഓഫ് ഹർ സാരി യൂസിങ് എ മാച്ച് ബോക്സ്. പെട്ടെന്ന് അതെടുത്ത് കത്തിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഷോസ് ദാറ്റ് ബിലീഫ്. ദെൻ അജിത് വാൺസ് അഗേൻസ്റ്റ് വുമൻസ് ആങ്കർ. മൊത്തത്തിൽ ജനറലൈസ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. നോമിത ലീവ്സ് ആൻഡ് ലൈസ് അബൌട്ട് ഹർ ബേൺ സാരി. പിന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള മാസ്ക് എടുത്തിരുന്നതുകൊണ്ട് കള്ളത്തരം പറയുന്ന നോമിതയെ കാണിക്കുന്നുണ്ട്. ആ കള്ളത്തരം പറഞ്ഞ് കയറി ചെല്ലുന്നത് അടുക്കളയിലോട്ടാണ്. ആ അടുക്കളയിൽ എന്താണുള്ളത്? എഗൈൻ സിഗ്നിഫൈസ് എന്താണ്? മാച്ച് ബോക്സ് ആൻഡ് ഫയർ. ഓക്കെ, സോ അതാണ് ആ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐ വിഷ് there were many more of them in this world. Comment on സുധാമൂർത്തി's wish. നമ്മുടെ സുധാമൂർത്തി ഹൊറഗല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? എനിക്ക് ഇതുപോലുള്ള കുറേ എണ്ണം ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ആഗ്രഹമുണ്ട്. എന്താണ് ഈ കുറേ എണ്ണം? സുധാമൂർത്തി റെഫേഴ്സ് ഇറ്റ് ടു ഹ്യൂമൻ ഹൊറഗല്ലൂസ് അല്ലേ. കാരണം നമ്മുടെ ഗ്രാൻഡ് ഫാദർ, മാസ്റ്റർ ജി എന്ന് എല്ലാവരും വിളിക്കുന്ന ഗ്രാൻഡ് ഫാദർ ഹൊറഗല്ലൂവിൽ ചെന്നിരിക്കുമ്പം എല്ലാവരുടെയും സ്റ്റോറീസ് കേൾക്കുമ്പം ഒരു തരത്തിലുള്ള ആശ്വാസമായി മാറുന്നുണ്ട്. അതേപോലെ വളർന്നു വരുമ്പം അല്ലെങ്കിൽ ഒരു കൊളീഗം ആ ഒരു രീതിയിൽ തന്നെ ആക്ട് ചെയ്യുന്നതും കാണുന്നുണ്ട്. സോ ബാക്കി ഭയങ്കര ഡിപ്രസ്ഡ്
ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഇതേപോലുള്ള സൈലന്റ് ആൻഡ് പേഷ്യന്റ് ലിസണേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു തരം റിലീഫ് ആണെന്നാണ് കാണിക്കുന്നത്. ആ ഒരു എന്താണ് ഒരു ലിസണറിന്റെ ക്വാളിറ്റിയാണ് ഹ്യൂമൻ ഹൊർഗലൂസ് സുധാമൂർത്തി വിളിക്കുന്നത്. ആൻഡ് കമൻറ്റ് ഓൺ സുധാമൂർത്തീസ് വിഷ്. ഇതേപോലുള്ള ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അപ്പോൾ ഈ ഒരുപാട് എണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ഹൊർഗലോസ് ആണ് കേട്ടോ. സോ വി നീഡ് പേഷ്യന്റ് ലിസണേഴ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് വേണ്ടത്? പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ജഡ്ജ്മെൻ്റലായിട്ട് കേട്ടോണ്ടിരിക്കാതെ, അല്ലെങ്കിൽ ഇത്രയും ന്യൂസ് കിട്ടി ഇതിനി അവിടെ ചെന്ന് ഇറക്കാം എന്നുള്ള രീതിയിൽ പോവാതെ, കേൾക്കുന്നത് ഒരു ആശ്വാസം നൽകുന്ന രീതിയിൽ കേട്ടിരുന്നിട്ട് അതിന് എന്താണ് ബാക്കിയുള്ളവർക്ക് റിലീഫ് ഉണ്ടാക്കുക. ആ ഒരു രീതിയിലുള്ള സൈലന്റ് ലിസണേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. ടു ഗിവ് പീപ്പിൾ എ സെൻസ് ഓഫ് റിലീഫ്. നമ്മളൊരു ആശ്വാസമായി മാറണം. അവർക്ക് നമ്മളെ കാണുമ്പോഴത്തേക്ക് അയ്യോ പാര വരുന്നുണ്ട് എന്നുള്ള രീതിയിലല്ല, പകരം നമുക്കൊരു ചിരിക്കാൻ തോന്നണം, ഒരു സമാധാനം മനസ്സിൽ വരണം. എക്സ്പെക്ട്സ് ഈച്ച് ഓഫ് us to be human ഹൊർഗലൂസ്. അങ്ങനെ നമ്മളെല്ലാവരും ഹ്യൂമൻ ഹൊർഗലൂസ് ആയി മാറിയ എത്ര നന്നായി പോയനെ നമ്മുടെ നാടെന്നാണ് സുധാമൂർത്തി പറയുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ഷി വിഷസ് like I wish there were many of them. Okay, അത്രയാണ്. സെറ്റാണല്ലോ? ഓക്കെ ആണല്ലോ? ഹാറ്റ്സ് ഓഫ് ടു ദ ടീച്ചർ എന്നൊക്കെ കാണുന്നുണ്ട്. എന്താടാ ശ്രേയസെ, why did you comment like that? Hats off to the teacher. What's the reason? ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. So what is the challenge raised by Vankari Mattai in her acceptance speech as Oslo? So Vankari Mattai ഏറ്റവും കൂടുതൽ ചാലഞ്ച് ഫേസ് ചെയ്യുന്നത്, ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? To restore the home of tadpoles and give back our children a world of beauty and wonder. നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്തൊക്കെ ഈ എൻവയോൺമെൻറ്റിൽ നിന്ന് അഡ്വാൻറ്റേജസ് മാക്സിമം എടുത്തോ, അതേപോലെ നമ്മുടെ കമ്മിങ് ജനറേഷനും നമ്മൾ പലതും ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു അശ്രദ്ധ കാരണം, റെസ്പോൺസിബിലിറ്റി കൊണ്ട് ടാഡ്പോൾസ് പോലുള്ള എക്സാമ്പിൾ കൊടുക്കുന്നത് ഇവിടെയും മിസ് എഴുതി തരാം. എക്സാമ്പിൾ ഓഫ് ടാഡ്പോൾസ് അല്ലെ എഴുതിയിട്ടുണ്ടല്ലോ, ഹൈലൈറ്റ് ചെയ്ത് തരാം മിസ്. ഓക്കെ, സോ ഈ ടാഡ്പോൾസിൻ്റെ എക്സാമ്പിൾ ഓഫ് ടാഡ്പോൾസ് ഓർത്തോണം. അത് എത്ര ടാഡ്പോൾസ് ഉണ്ടായിരുന്നോ വെള്ളത്തിൽ നിന്ന് ചാടി ചാടി, ഞാൻ കാല് വെള്ളത്തിലിട്ട് ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് ഈ ടാഡ്പോൾസ് ചാടി പോകുന്ന ആ ഒരു കാഴ്ച, ഇവരുടെ സൗണ്ട്, ആ സ്പ്ലാഷിങ് ഓഫ് വാട്ടർ, അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് വാങ്കരി മത്തായി അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. അതിന് നമ്മൾ വർക്ക് ചെയ്യണം. സോ ഈ ഒരു സാഡ് റിയാലിറ്റി പറഞ്ഞിട്ടാണ് വാങ്കരി മത്തായി ആ സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സജഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക, സജഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡൂസ് അല്ലെങ്കിൽ ഡോൺസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഡൂസ് അല്ലെങ്കിൽ ഡോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഈസിയാണ്. ഡൂസ് പറയുമ്പം ഡൂ വെച്ച് നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം അങ്ങോട്ട് പറയുക. ഡോണ്ട് ആണെങ്കിൽ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്ന അഡ്വൈസ് അത് ഡോണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. കാര്യം ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ടു സേവ് അവർ എൻവയോൺമെൻറ്റ്, നമ്മുടെ എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യാനായിട്ട് ചെയ്യാൻ പാടുന്ന രണ്ട് കാര്യവും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളും. സോ വി ആർ എന്തായിരുന്നു, ഡൂ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഡൂസ് ആകും, don't വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ don't ആകും. ഓക്കെ, that's all my honor. Okay, don't use single use plastic such as bags, bottles and straws. നിങ്ങൾ സിംഗിൾ യൂസ്, ഈ എന്താണ് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ്സ്, കവർ, സ്ട്രോസ് അങ്ങനത്തെ ഒന്നും ഡോണ്ട് യൂസ്. ഓക്കെ, ഡോണ്ട് എക്സസീവ്ലി റിലൈ ഓൺ പേഴ്സണൽ വെഹിക്കിൾസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. എല്ലാവരും എന്താണ് ഒരു സ്ഥലത്തേക്ക്, ഒരിടത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരുമിച്ച് പോകാനുള്ളവരാണെങ്കിൽ ഓരോരുത്തർ ഓരോരോ കാർ, പേഴ്സണൽ വെഹിക്കിൾസ് യൂസ് ചെയ്യാതെ എന്താണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുക. സോ ദാറ്റ്സ് വാട്ട് വി സേ ബൈ എന്താണ് ഡോണ്ട് എക്സസീവ്ലി റിലൈ ഓൺ personal vehicles for transportation. Then do's പറയുകയാണെങ്കിൽ എന്തൊക്കെയാ, ഡു യൂസ് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് ആൻഡ് ലൈറ്റ് ബൾബ്സ്. എന്തൊക്കെയാണ് ഇങ്ങനത്തെ എനർജി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെസ് ആയിട്ടുള്ള കറണ്ട് യൂസ് ചെയ്യുന്ന പോലത്തെ ഇത് യൂസ് ചെയ്യുക. ദെൻ ഡു പ്രാക്ടീസ് ആൻഡ് പ്രൊമോട്ട് എ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ്, ഡു പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ അല്ലേ? സെറ്റ് ആണല്ലോ? സോ ദിസ് ഈസ് ദ വേ യു ഹാവ് ടു സേ അബൌട്ട് ഡൂസ് ആൻഡ് ഡോൺസ്. ഇത് സജഷൻസ് ആയിട്ട് വരാം, അഡ്വൈസ് എഴുതുന്നുള്ള രീതിയിൽ പറയാം, അല്ലെങ്കിൽ ടു ഡൂസ് അല്ലെങ്കിൽ ഡോൺസ് പോയിന്റ് ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞും വരാം. ഇത്രയും ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ദെൻ അടുത്ത റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരികയാണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഇതിലെ സാറ്ററിക്കൽ ഹ്യൂമറസ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ ഒരു ആർട്ടിക്കിളായിട്ടോ ഒരു എസ്സേ ആയിട്ടോ വല്ലതും വന്നു എന്നിരിക്കും, ഒരു ചെറിയ പാരഗ്രാഫ് റൈറ്റിങ്ങിൻ്റെ ബേസിലും വന്നു എന്നിരിക്കാം. എന്തായാലും ഒരു ചെറിയ ലോങ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ആൻഡ് റൈസ് ആണ്
സാറ്ററിക്കൽ പോയാണ്, അത് ഓർത്ത് വെച്ചോണം. ഇതിലെ ഹ്യൂമറസ് എലമെന്റ്സ് ട്രേസ് ഔട്ട് ചെയ്യാനായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക. Okay, the poem Rice points out the contemporary agriculture changes in our country and its diminishing importance as commercial crops and their associated benefits gain attraction. So Chamanam Chako has well satirized his attitude of the society in the poem, bring out the satirical elements in the കണ്ടല്ലോ, ഞാൻ പറഞ്ഞ സെയിം സാധനം സാറ്ററിക്കൽ എലമെന്റ്സ്. റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്യും അവർ, എന്നിട്ട് ഇതിനെ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന ഏതായ രീതിയിൽ എഴുതൂന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. സോ ഇവിടെ സാറ്ററിക്കൽ എലമെന്റ്സ് കാണിക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെമ്മനം ചാക്കോയുടെ പോയത്തിലെ റൈസിലെ സാറ്ററിക്കൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? പോയിന്റ്സ് പറഞ്ഞേ. നിങ്ങൾ പോയിന്റ്സ് പറയുമ്പോഴത്തേക്ക് ഇവിടെ പോയിന്റ്സും റെഡി ആയിട്ടുണ്ട്. സോ ചെമ്മനം ചാക്കോസ് പോയം റൈസ് റിഫ്ലക്ട്സ് ഓൺ ചേഞ്ചസ് ഇൻ ഫാമിംഗ് പ്രാക്ടീസസ് ഇൻ കേരള. നമ്മൾ പഠിച്ച കാര്യമാണ്, ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ഇൻ ഫാമേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ദ പോയറ്റ് നോട്ട്സ് എ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് എമംഗ് ഫാമേഴ്സ് ഫ്രം ഗ്രോയിങ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ് ലൈക്ക് റൈസ് ടു ചൂസിങ് മോർ പ്രോഫിറ്റബിൾ ക്യാഷ് ക്രോപ്സ്. ട്രഡീഷണൽ ഫുഡ് ക്രോപ്സിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്യാഷ് ക്രോപ്സിലേക്ക് മാറിയതാണ് ഇതിലെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൺ റിട്ടേണിംഗ് ഹോം ദ പോയറ്റ് നോട്ടീസസ് ദ ട്രാൻസ്ഫോർമേഷൻ ഇൻ അഗ്രികൾച്ചർ ഈവൻ വിത്തിൻ ഹിസ് ഓൺ ഫാമിലി, particularly with his father. നമ്മുടെ അച്ഛൻ അല്ലെ, എന്താണ് പാടത്ത് പോയി പണിയെടുപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ നമ്മുടെ റബ്ബർ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു കാഴ്ച കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് ബ്രദർ റേഷൻ ഷോപ്പിൽ നിന്ന് ഗോതമ്പ് പൊടിയും വാങ്ങിച്ചുകൊണ്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട്. സോ ഇതെല്ലാം എന്താണ്? സാറ്ററിക്കൽ എലമെന്റ്സ് ആണ് കാണിക്കുന്നത്. ചാക്കോ യൂസസ് സാറ്റർ, എ ഫോം ഓഫ് ഹ്യൂമർ ആൻഡ് ഐറണി, ടു ക്രിറ്റിസൈസ് ദ ചേഞ്ചിങ് പെർസ്പെക്റ്റീവ് ഓഫ് ഫാമേഴ്സ്. നമ്മുടെ ഫാമേഴ്സിന്റെ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ ഇതുപോലുള്ള ഹ്യൂമറസ് എലമെന്റ്സ് ആണ് അദ്ദേഹം പോർട്രേ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇൻവോൾവ്സ് മേക്കിംഗ് ഫൺ ഓഫ് ഓർ ഹൈലൈറ്റിംഗ് ദ എബ്സർഡിറ്റി ഇൻ ദ പ്രിഫറൻസ് ഫോർ പ്രോഫിറ്റ് ഓവർ ട്രഡീഷണൽ പ്രാക്ടീസസ്. നമ്മൾ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വന്ന ട്രഡീഷണൽ പ്രാക്ടീസും ബിലീഫ്സും എല്ലാം കാറ്റിൽ പറത്തിയിട്ട് നമ്മുടെ പ്രോഫിറ്റ് അല്ലെ, കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ആൾക്കാരെ വളരെ ഹ്യൂമറസ് രീതിയിലാണ് അദ്ദേഹം എന്താണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? The poet holds a degree in making toys from rice husk, a skill associated with traditional practices. അതിലൊന്ന് പറയുന്നുണ്ട്, ആദ്യ പോയതിലെ സ്റ്റാൻസിൽ പറയുന്നുണ്ട്, നാട്ടിൽ ചെന്നിട്ട് വേണം പിള്ളേരുടെ ഇടയിൽ ഒന്ന് സ്റ്റാർ ആവാൻ. കാരണം ഇതുപോലുള്ള ഹസ്ക് വെച്ചിട്ട് എന്താണ് ടോയ്സ് ഉണ്ടാക്കും. അപ്പോൾ അത് വാങ്ങാൻ പിള്ളേർ ക്യൂ അവന്മാരുടെ ഇടയിലൊന്ന് ആളാകാൻ എനിക്ക് ചെന്ന് നാട്ടിലൊക്കെ പോകണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ആണോ പിള്ളേരും ഇല്ല, ടോയ്സും ഇല്ല, ആർക്ക് സമയവും ഇല്ല. ആ ഒരു റിയാലിറ്റി ഫേസ് ചെയ്യാണ്. അവസാനം ഈ ഗ്രെയിൻസ് കളക്ട് ചെയ്യാൻ ചീഫ് മിനിസ്റ്റർ ക്യാഷ് ക്രോപ്പിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ആലോചിക്കും, ഇനി ഇവരുടെ മുന്നിൽ ഈ ഹസ്കിൽ ടോയ്സ് ഉണ്ടാക്കാനും ഞാൻ ഇനി ചെന്ന് ക്യൂ നിൽക്കണോ എന്ന് ആലോചിക്കുന്ന ആ ഒരു ഫണി ക്വസ്റ്റ്യൻ അത് ഓർത്ത് വെച്ചോണം. ഇതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള സാറ്റർ എലമെന്റ്സിനെ എടുത്ത് കാണിക്കുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, ദ സാറ്റർ എംഫസൈസസ് ദ പൊട്ടൻഷ്യൽ ലോസ് ഓഫ് കൾച്ചർ ആൻഡ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് ഡ്യൂ ടു ദ ഷിഫ്റ്റ് ടുവേർഡ്സ് മോർ financially rewarding but perhaps less sustainable endeavors. പ്രോഫിറ്റിൻ്റെ പുറകെ ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് നമ്മൾ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഫോളോ ചെയ്ത് വന്നിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ എന്താണ് താന്നു പോയി അല്ലേ. Through satire, Chako conveys a critical message about the negative consequences of prioritizing profit over traditional and essential practices in agriculture. നമ്മൾ ഇതുപോലെ ഈ ഒരു എന്താണ് മണി മേക്കിംഗ് ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ട്രഡീഷണൽ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ട്രഡീഷണൽ കൾച്ചറൽ ബിലീഫ്സിനെയൊക്കെ അവിടെ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ച. ഇതുപോലുള്ള എലമെന്റ്സ് എല്ലാം ഇതിൻ്റെ സാറ്ററിനെ കൂട്ടിക്കൊണ്ടിരിക്കും. മെയിൻലി എന്ന് പറയുന്നത് ചപ്പാത്തി കഴിച്ച് മടുത്തിട്ട് ഇവിടെ ചോറുണ്ണാൻ വരുമ്പോൾ അത്തിക്കര റൈസ് കൊണ്ടിട്ടുള്ള ഒരു നല്ല ഊണ് കഴിക്കാനായിട്ട് വരുമ്പം അവിടെയും ചപ്പാത്തിയും കൊണ്ട് നിൽക്കുന്ന ബ്രദർ അല്ലെങ്കിൽ കുട്ടികളുടെ ആ ഒരു ഹസ്ക് യൂസ് ചെയ്ത് ടോയ്സ് ഉണ്ടാക്കാനായിട്ട് പോകുമ്പോൾ അത് കിട്ടാത്ത അവസ്ഥ. അതിൽ ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അയാൾ ശരിക്കും ഡിഗ്രി എടുത്തു എന്നാണോ? അല്ല, അത്രയും മാത്രം അതിൽ എക്സ്പേർട്ടാണ്. കുട്ടികൾ തന്നെ ആരാധനയോടെയാണ് കാണുന്നതെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ. പിന്നെ ഏതാണുള്ളത്? റേഷൻ ഷോപ്പിൽ നിന്ന് വന്ന് നിൽക്കുന്ന ബ്രദറിൻ്റെ ഇത് ക്യാഷ് ക്രോപ്പിൻ്റെ മുകളിൽ കൂടെ ഗ്രെയിൻസ് വാങ്ങാൻ ചീഫ് മിനിസ്റ്റർ പ്ലെയിനിൽ പോകുന്ന ഈ കാഴ്ചകളൊക്കെയാണ് സാറ്ററിനെ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത്. ഈ പോയിന്റ്സ് എല്ലാം ഓരോന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതാൻ പറ്റി അവിടെ ആ മാർക്ക് സെറ്റാണ്, വേറെ എവിടെയും പോവില്ല. ഓക്കെ ആണല്ലോ? ഫ്ലോ വന്നിട്ടുണ്ട്, ഹായ് മിസ്സേ എന്ന് പറഞ്ഞിട്ട്. ഹലോ ഹലോ, ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഹരി ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹലോടാ. സോ ഇനിയുള്ളത് ഇഡിയംസ്. എന്താണ് ഇഡിയംസ് എന്ന് പറയുന്നത്?
ഇഡിയംസ് എന്ന് പറയുന്നത് ദേ ആർ വേർഡ്സ് ഓർ ഫ്രേസസ്, ചില ഐഡിയാസിനെ കൺവേ ചെയ്യാൻ ലിറ്ററൽ മീനിങ് വെച്ച് നോക്കിയാൽ അത് അബദ്ധമായിരിക്കും. ഓക്കെ, ഫ്രേസൽ വേർബ്സ് അല്ലെങ്കിൽ വേർബ്സ് ആണ്, ഫ്രേസസ് ആണ് അത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് പല മീനിങ്സിനെയും ഒപ്പിക്കുന്നതാണ്. അതിൻ്റെ ലിറ്ററൽ മീനിങ് വെച്ച് വേർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കണക്ഷനും തോന്നില്ല, പക്ഷെ ആ ഒരു ഫ്രേസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വേറെ തന്നെയായിരിക്കും, വിച്ച് ഈസ് യൂസ് ടു റെഫർ സർട്ടൻ തിങ്സ്. ആൻഡ് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ once in a dash my sister cleans her room. ഇടയ്ക്ക് മാത്രം, ഓക്കെ, ഇടയ്ക്ക് മാത്രമാണ് എൻ്റെ സിസ്റ്റർ അവളുടെ റൂം ക്ലീൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്, വളരെ റെയർ ആയിട്ട്. സോ റെയർലി എന്നുള്ളത് കാണിക്കുന്നതിന് യൂസ് ചെയ്യുന്നതാണ് ബ്ലൂ മൂൺ. ഓക്കെ, സോ once in a blue moon my sister cleans her room. റെയർ ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും പറയുന്നതിന് once in a blue moon എന്ന് പറയും. ഓക്കെ ആണേ. ലാസ്റ്റ് നൈറ്റ് ഇറ്റ് വാസ് റെയിനിങ് ഡാഷ്. ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രിയിൽ ഭയങ്കരമായിട്ട് മഴ പെയ്തു. ഈ ഹെവി റെയിനെ സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണ്? കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെവി റെയിനെ പോർട്രേ ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലാതെ പട്ടിയും പൂച്ചയും മഴ പെയ്തപ്പോൾ ഒളിച്ചു വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഇതാണ് പറഞ്ഞത്. ലിറ്ററൽ മീനിങ് എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര അബദ്ധമായിരിക്കും. പക്ഷേ ഇതാണ് ഈ ഒരു ഇഡിയത്തിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് സംതിങ് എൽസ്. ഓക്കെ, ലിറ്ററൽ മീനിങ് ഒരിക്കലും എടുക്കാൻ നിൽക്കരുത്. ആൻഡ് ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ഫ്രീക്വൻലി ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഡാഷ് റൂൾസ് ഓൺ റോഡ്സ്. ആക്സിഡൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസ് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. അവിടെ അപ്പോൾ സ്ട്രിക്റ്റ് എന്ന് പറയുന്നതിന് എന്താണ് വരിക? hard and fast. Okay, so accidents happen frequently because we don't have hard and fast rules on road. So last എന്ന് പറയുന്നത് John is the dash of his max teacher. മാത്സ് ടീച്ചറിന്റെ കണ്ണിൽ ഉണ്ണിയാണ് ജോൺ എന്നാണ് പറയുന്നത്. സോ കണ്ണിൽ ഉണ്ണിക്ക് പറയുന്നത് എന്താണ്? ആപ്പിൾ ഓഫ് ദി ഐ. ജോൺ is the apple of the eye of his max teacher. So this is the way you have to connect these two sentences. ഇവിടെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഇതാ ക്രോക്കഡൈൽ പറയുന്നത് കാണുന്നുണ്ടോ? ക്രോക്കഡൈൽ ടിയേഴ്സ്. കള്ളക്കണ്ണീർ എന്ന് പറയും, മുതലക്കണ്ണീർ എന്ന് പറയും അല്ലെ, കാര്യമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കി കരയുന്നതിന് അതിന് നമ്മൾ ക്രോക്കഡൈൽ ടിയേഴ്സ് പറയും. ഓൺ ക്ലൗഡ് നയൻ. what do you mean by on cloud 9? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കാൻ. നൗ ഐ ആം ഓൺ ക്ലൗഡ് 9. കാരണം എന്താണ്? ഐ എം ടീച്ചിങ് അല്ലേ, ടീച്ചിങ് യു സ്റ്റുഡൻസ്. വളരെ എന്താണ്, നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം ഇത്രയും ആത്മാർത്ഥതയോടെ വന്ന് പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടും പഠിപ്പിക്കുകയാണ്. സോ അതിനാണ് ഓൺ ക്ലൗഡ് 9, എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലൗഡ് 9 പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സെറ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, സോ ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% എക്സ്പെക്റ്റ് ചെയ്യാം. ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി എഴുതാനായിട്ട്. ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമി എഴുതേണ്ട ഫോമാറ്റ് എങ്ങനെയാണ്? ആദ്യം ഒരു ലെറ്റർ വേണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോഡേറ്റ ഉണ്ടാക്കുന്നത്. സോ ഒരു ബോക്സ് നിങ്ങൾക്ക് ഇതുപോലെ തന്നിട്ടുണ്ടാവും. ഇത് ബേസിക്കലി ഒരു ബോക്സിലായിരിക്കും നിങ്ങൾക്ക് തരിക കേട്ടോ. ഈ ബോക്സിൽ വരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. ക്രസന്റ് പബ്ലിക് സ്കൂൾ ഡൽഹി റിക്വയർസ് എ വെൽ ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഫോർ ദ ഹൈ സ്കൂൾ സെക്ഷൻ. സാലറി വിൽ ബി ദ ബെസ്റ്റ്. അപ്ലൈ ഓൺ ഓർ ബിഫോർ April 1st, 2023. അപ്പോൾ ക്രസന്റ് പബ്ലിക് സ്കൂൾ, ന്യൂഡൽഹിയിലുള്ള ക്രസന്റ് സ്കൂളിൽ എന്താണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിനെയാണ് വേണ്ടത്. സാലറി ഒക്കെ അടിപൊളിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്ലൈ ഓൺ ഓർ ബിഫോർ April 1st, 2023. April 1st മുന്നേ വേണം. സോ ഡേറ്റ് എഴുതുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അല്ലെങ്കിൽ ഡേറ്റ് ഇങ്ങനെ എന്താണ് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഹൗ ഡു യു റൈറ്റ് എ ലെറ്റർ? ആദ്യം നമ്മൾ എന്താണ് ലെറ്റർ എഴുതണം. അത് ഫോർമൽ ലെറ്റർ ആയിരിക്കണം, കവറിംഗ് ലെറ്റർ ആണ്. സോ ആദ്യം നമ്മളിവിടെ എന്താണ് എഴുതേണ്ടത്? ഫ്രം അഡ്രസ് ആണ് അല്ലേ. ആരാണ് എഴുതുന്നതിനുള്ളതിന് ഫ്രം അഡ്രസ്സ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ലെറ്ററിന്. ദെൻ ഡേറ്റ്. ഇവിടെ പറയുന്ന ഡേറ്റ് എന്താണ്? ബിഫോർ April 1st അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പം മാർച്ചിൽ എഴുതാനായിട്ട് നോക്കുക. മാർച്ചിലിപ്പം 28 March 2023 എന്നുള്ള ഫോമാറ്റിൽ ഡേറ്റ് എഴുതുക. ഓക്കെ, ദെൻ വി ഹാവ് ടു. ആർക്കാണ് എഴുതുന്നതെന്നുള്ളത്? ഇതിപ്പോൾ പബ്ലിക് സ്കൂളിലേക്കല്ലേ. സോ എന്ത് വേണം? HR-നോ പ്രിൻസിപ്പലിനോ എന്താണോ HR അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ക്രസന്റ് പബ്ലിക് സ്കൂൾ, ന്യൂഡൽഹി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ടു അഡ്രസ് എഴുതണം. ദെൻ വി ഹാവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് സബ്ജക്ട്. വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നുള്ളത്. സോ ഹിയർ ദി ആൻസർ ഇസ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്താണ്, ഏത് ടീച്ചറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ നോക്കിയിട്ട് ഉറപ്പ് വരുത്തിക്കണം കേട്ടോ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. ഓക്കെ ആണല്ലോ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. സോ ഇതിനൊരു റെഫറൻസ് ഉണ്ടാവണം.
റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വർടൈസ്മെൻറ്റ് അല്ലേ? അഡ്വർടൈസ്മെൻറ്റ് ഇൻ, നമുക്കിപ്പോൾ തൽക്കാലം ഹിന്ദു എന്ന് കൊടുക്കാം, അതാണല്ലോ നമുക്കറിയാം. ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇൻ ദ ഹിന്ദു എന്നാണ് വന്നിട്ടുള്ളത്? ഡേറ്റഡ്, ഡേറ്റും കൂടെ പറയാം. ഇവിടെ നമ്മൾ 28-നാണ് മാർച്ച്, 28 മാർച്ചിനാണ് എഴുതിയിട്ടുള്ളത്. അപ്പം 25 പിടിച്ചോ, 25 3 23 വല്ലതും എഴുതുക. ദെൻ വി ഹാവ് സല്യൂട്ടേഷൻ ഓർ സർ ഓർ മാഡം കാര്യം പറയുക. Why do you write this letter എന്നുള്ളതിനെ കുറിച്ച് എഴുതുക. In response to your എന്താണ് advertisement in the Hindu dated 24th എന്താണ് 25th March 2023 I am writing this letter in order to post അല്ലെങ്കിൽ for the post of physical education teacher near school എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാര്യം പറയാം. And that's the introduction. അത് കഴിഞ്ഞിട്ട് ബോഡി പാർട്ടിൽ നമുക്ക് എന്ത് വരാം? നമ്മുടെ എന്താണ് ക്വാളിറ്റീസ് ഒക്കെ പറയാം അല്ലേ? I have completed my post graduation from Kerala University with ഇത്ര percentage of marks എന്ന് പറയാം. Then I have also completed my graduation from some other universities. അത് പറയാം. I had scored around 93% from my plus 2 or high secondary schools. അതൊക്കെ പറയുക. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പോൾ I will be really happy to work or to work with you all and I would be very happy or excited to see all my potentials for the benefit of your school or for my students എന്നൊക്കെ രീതിയിൽ കുറച്ച് സുഖിപ്പിച്ച് എഴുതുന്നതാണ് തേർഡ് പാരഗ്രാഫിലായിട്ട് വരിക. ഇത്രയും പറയുമ്പോഴത്തേക്ക് സർ മാഡം ഒക്കെ കഴിഞ്ഞിട്ട് അതാണ് ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ വന്നിട്ട് ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യുവർ സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി നല്ല രീതിയിൽ എഴുതിക്കോട്ടോ. അത് കഴിഞ്ഞിട്ട് യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി എഴുതാം. യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ പോസിറ്റീവ് റെസ്പോൺസ് ഫ്രം യുവർ സൈഡ് എന്നൊക്കെ പറഞ്ഞ് യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി നെയിം സിഗ്നേച്ചർ എഴുതി കഴിഞ്ഞാൽ അവിടെ എന്താകും? ലെറ്റർ കറക്റ്റ് ആവും. ഓക്കെ, അതാണ് ലെറ്റർ വരിക, ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ലെറ്റർ. ഇനി വരുന്നത് റെസ്യൂമെയാണ്. റെസ്യൂമേൽ എന്തൊക്കെ സാധനങ്ങൾ വരണം? പറഞ്ഞേ. നെയിം പറയണം. നെയിം എന്താണോ, ഏജ്, മെയിൽ ഓർ ഫീമെയിൽ, നെയിം ഓഫ് ഫാദർ, അങ്ങനത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലേ? പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. Then we have address, contact information കൊടുക്കണം, contact number അല്ലെങ്കിൽ contact address കൊടുക്കണം. ഓക്കെ, കോണ്ടാക്ട് ഇൻഫോർമേഷൻ കൊടുക്കുക. ദെൻ ഇമെയിൽ നമുക്ക് വേണമല്ലോ, മെയിൽ അയക്കണമല്ലോ, ഇമെയിൽ കൊടുക്കാം. നാഷണാലിറ്റി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം. സെറ്റാണോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണോ? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ആദ്യം കഴിഞ്ഞ കാര്യത്തിൽ നിന്ന്, ഇപ്പം MA ആണെങ്കിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം ഏത് കോളേജിൽ നിന്നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യം കഴിഞ്ഞതിനെ കുറിച്ച് 10th വെച്ചിട്ടല്ല, MA, BA, ഹയർ സെക്കൻഡറി, +2 അങ്ങനെ പറഞ്ഞിട്ട് കാര്യം എഴുതുക. ദെൻ ഇഫ് യു ഹാവ് എക്സ്പീരിയൻസ്, പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക. 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ എ സ്കൂള് എന്നൊക്കെയുള്ള രീതിയിൽ 2 years പ്ലസ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ വാട്ട് ആർ യുവർ എക്സ്പീരിയൻസ് അറ്റ് ABC സ്കൂൾ എന്നോ വല്ലോ എഴുതാം. ഓക്കെ, ദെൻ വി ഹാവ് സ്കിൽസ്. എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കിൽസ്? എന്തൊക്കെയുണ്ട്? വല്ല കമ്പ്യൂട്ടർ നോളജോ ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കമ്പ്യൂട്ടറിന് ഇട്ടേക്കാം. ഓക്കെ, ഇങ്ങനെയല്ല, ബേസിക് കമ്പ്യൂട്ടർ നോളജ് എന്ന് നമുക്ക് എഴുതാം. ദെൻ ലാംഗ്വേജസ് നോൺ എഴുതാം. ഏതൊക്കെ ഭാഷ അറിയാം? ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ലാംഗ്വേജസ് നോൺ അറിയാം. ദെൻ ഇൻട്രസ്റ്റ് എഴുതാം. ഓക്കെ, ദെൻ യു ഹാവ് ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്? റീഡിങ്, റൈറ്റിംഗ് ഒക്കെ എഴുതിയിട്ട് കാര്യങ്ങൾ സെറ്റാക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പം ഇതൊരു പേജായിട്ട് എടുക്കണേ, ഇതിപ്പോൾ ഒരു പേജായിട്ട് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് പേജിലായിട്ട് ഒരു ഡിക്ലറേഷൻ ലെറ്റർ വേണം. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബോധിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ. അതായത് ഐ ഡു hereby declare that the above information is best to my knowledge എന്നോ ക്ലിയർ ദാറ്റ് തന്നേക്കുന്ന ഇൻഫോർമേഷൻ ഒക്കെ കറക്റ്റ് ആണെന്നും പറഞ്ഞിട്ട് സിഗ്നേച്ചറും നെയിമും ഉണ്ടെങ്കിൽ സെറ്റാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് പേജിൽ വരേണ്ട സാധനമാണ്. ഓക്കെ ആണല്ലോ അല്ലേ? സെറ്റാണല്ലോ? ഓക്കെ ആണോ?
മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് ദ വേ യു ഹാവ് ടു റൈറ്റ് എ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് എ റെസ്യൂമി. ജോബ് ആപ്ലിക്കേഷൻ വരുമ്പോൾ ഫ്രം അഡ്രസ്, ലെറ്ററിൽ എഴുതേണ്ടത് എന്തൊക്കെയാണ്? ഫ്രം അഡ്രസ് എഴുതുക, ഡേറ്റ് എഴുതുക, ടു എഴുതുക, സബ്ജക്ട് എന്തിനാണ്, അതായത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇതെന്ന് പറയുക, റെഫറൻസ് എഴുതാൻ മറക്കരുത്, സർ മാഡം സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് ഫോമൽ ആയിട്ട് വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ, ദെൻ വാട്ട് ആർ യുവർ ക്വാളിഫിക്കേഷൻസ്, വൈ ഡു യു ഫീൽ ദാറ്റ് വൈ യു ആർ ഫിറ്റ് ടു ദിസ് പെർട്ടിക്കുലർ പോസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി എഴുതിയതിനു ശേഷം പിന്നീട് റെസ്യൂമിലേക്ക് പോവുക. റെസ്യൂമെ എന്ന് പറയുമ്പോൾ എന്താണ്? അത് നിങ്ങളുടെ ബയോഡേറ്റ, പേഴ്സണൽ ഡീറ്റെയിൽസ്, എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് വായിക്കുമ്പോൾ മനസ്സിലാകണ്ടേ? സോ അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന, അതിൽ നെയിം വേണം, ഏജ് വേണം, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം, കോൺടാക്ട് ഇൻഫോർമേഷൻ വേണം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം, എക്സ്പീരിയൻസ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ദെൻ വി ഹാവ് സ്കിൽസ്, ലാംഗ്വേജസ് നോൺ, അങ്ങനത്തെ സാധനങ്ങൾ. അവസാനം ഡിക്ലറേഷൻ ലെറ്റർ, ദാറ്റ് ഇസ് ഐ ഡു ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദി എബോവ് ഇൻഫോർമേഷൻ ദാറ്റ് ഐ ഹാവ് ഗിവൻ ഹിയർ ഇസ് ബെസ്റ്റ് ടു മൈ നോളജ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കാണിച്ചേ. ഓക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അടുത്ത ക്വസ്റ്റ്യൻ. Have you gone mad? He says and jumps to her side and grabs the burning patch and slaps it between his hands and puts out the fire. ഇതേതാണ് ചാപ്റ്റർ? പറഞ്ഞേ. മാഷ് ബോക്സ് ആണ് അല്ലേ? ആശാപൂർണ ദേവിയുടെ മാഷ് ബോക്സ് ആണ്. നിനക്കെന്താ വട്ട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്താണ്? സാരി കത്തിക്കാൻ തുടങ്ങുന്ന നോബിതയുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റുന്ന, എന്നിട്ട് തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന അജിത്തിന്റെ കാര്യമാണ് നിനക്കെന്താ വട്ട് പിടിച്ചോ പെണ്ണെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. ആൻഡ് ഹൂ ഇസ് റെഫേർഡ് ടു ആസ് യു ഇൻ ദ പാസേജ്? നിനക്കെന്താ എന്ന് ചോദിക്കുന്നത് ആരുടെ അടുത്താണ്? നോമിതയുടെ അടുത്താണ്. സോ ഹൂ ഇസ് റെഫേർഡ് ടു ആസ് യു ഇൻ ദ പാസേജ്? ഇറ്റ്സ് നോമിത. ആൻഡ് വിച്ച് ഫ്രേസൽ വെർബ് ഇൻ ദ പാസേജ് മീൻസ് എക്സ്റ്റിങ്ക്വിഷ്? എക്സ്റ്റിങ്ക്വിഷ്, അണയ്ക്കുക എന്നുള്ള രീതിയിൽ പറയുന്നത് എന്താണ്? പുട്സ് ഔട്ട് ദ ഫയർ ആണല്ലേ. ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അണയ്ക്കുക, തീ അണയ്ക്കുക. സോ ടു എക്സ്റ്റിംഗ്വിഷ് ഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പുട്സ് ഔട്ട് ദി ഫയർ ആണ്. ആൻഡ് വൈ ഡസ് ഹി സേ ദാറ്റ് ഹാവ് യു ഗോൺ മാഡ്? നിനക്ക് എന്താ വട്ട് പിടിച്ചോന്ന് അജിത്ത് നോമിതയുടെ അടുത്ത് ചോദിക്കുന്നതിന്റെ റീസൺ എന്താണ്? ബിക്കോസ് സാരി കത്തിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. സോ 1 to 3 ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം എന്താണ്? ടെക്സ്റ്റിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് എന്താണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്, ഏതാണ് സിറ്റുവേഷൻ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻസ് ഗ്രാമറിൽ വരുന്നതാണ്. എന്ത്? ഡാഷ് ഇട്ടിട്ട് പ്രിപ്പോസിഷൻ വെച്ചിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. ഇവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നൗ ആഫ്റ്റർ ഡാഷ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ് ദേ ഹാഡ് ബീൻ ഇൻഫോംഡ് ദാറ്റ് ദേ വർ ഡാഷ് മീറ്റ് ഈച്ച് അതർ ഇൻ ദ ഡിവിഷൻ ഫൈനൽ. സോ ഇവിടെ തന്നിട്ടുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തേ. എൻ്റെ കൂടെ നിങ്ങളും ട്രൈ ചെയ്യട്ടോ. ഓക്കെ, സോ നൗ ആഫ്റ്റർ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ് ദേ ഹാഡ് ബീൻ ഇൻഫോംഡ് ദാറ്റ് ദേ വർ to meet each other. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, to meet each other in the division finals were scheduled. എന്നാണ് ഇപ്പൊ ഡേറ്റ് ആണ് 7 ആണെങ്കിൽ on 7th എന്ന് പറയായിരുന്നു. ഇത് on the 7th of August ആണ്. for the 7th, ഇന്ന ദിവസത്തേക്കാണ്. scheduled for ഇന്ന ദിവസത്തേക്ക്. for the 7th of August, 2 weeks away, the winner to represent the boys club എവിടെയാണ്? in the golden ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റ്. സോ ഈ ഒരു രീതിയിലുള്ള പ്രൊപ്പോസിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് ഒരു ട്രിക്ക് പറയാം. ഇതിൻ്റെ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും. ഇവിടെ എന്താ, നമുക്ക് ബോയ്സ് ക്ലബ് ഓഫ് ദി ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയാൻ പറ്റുമോ? ഈ പ്രൊപ്പോസിഷൻ വരുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഒന്നെങ്കിൽ പറഞ്ഞു നോക്കുക, സിമ്പിൾ ട്രിക്കാണ്. അത് വളരെ ലോജിക് ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് പറഞ്ഞു നോക്കുക, കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതങ്ങോട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും ആൻസർ കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ആണെങ്കിൽ മാത്രം സ്കോർ ചെയ്യാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ, ആ ഒരു രീതിയിൽ. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ നെക്സ്റ്റ് പോകുമ്പോഴത്തേക്ക് ഹാസ് ഓർ ഹാവ്. ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അത് ചിലപ്പോൾ ഹാസ് ഹാവ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വേണമെന്നില്ല. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ചിലപ്പം ഈ 8 മാർക്സിന് 6.5, 5 3/4 ഒക്കെ വന്ന് കിടക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ആയിരിക്കും. ഹാസ് ആണോ, ഹാവ് ആണോ, ഈസ് ആണോ, ആർ ആണോ എന്നൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു തരം ഡൗട്ട്. സോ ഹാസും ഹാവും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വേർഡ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഹീ ഷീ ഇറ്റ് ഒറ്റയ്ക്കുള്ള പേര്. രഞ്ജുഷ, ഷഫാത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒറ്റയ്ക്കുള്ള രഞ്ജുഷ ഹാസ് എന്നുള്ള രീതിയിൽ. ബട്ട്
രഞ്ജു ഷാ ആൻഡ് ഷഫാത്ത് ഹാവ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പ്ലൂറൽ നൗൺസ് അല്ലെങ്കിൽ ഐ യു വി ദേ ഒക്കെ ആണെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കേ, recent research dash indicated the marijuana can damage cells അല്ലെ. റീസെന്റ് റിസർച്ചേഴ്സ് അല്ല, പഴയ എന്താണ് റിസർച്ച് ആണ്. സോ ഇറ്റ്സ് എ സിംഗുലർ വേർഡ്. സോ റീസെന്റ് റിസർച്ച് ഹാസ്, ഒരു റിസർച്ച് കാണിച്ചിട്ടുള്ള എന്താണ്, ഈ ഇടയ്ക്ക് ചെയ്തിട്ടുള്ള റിസർച്ച് കാണിച്ചിട്ടുള്ളത്. സോ റിസർച്ച് ഇസ് എ സിംഗുലർ വേർഡ്, therefore we use ഹാസ് ആണെങ്കിലും ഹാവ് ആണെങ്കിലും പാസ്റ്റ് ടെൻസ് വരുമ്പം ഹാഡ് ആണ് കേട്ടോ. ഹാഡ്, HAD ഹാഡ് ആണ്, അത് മാത്രം ഓർത്താൽ മതി. സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്, ഹാസും ഹാവും ആണ്, പക്ഷെ പാസ്റ്റ് ആണെങ്കിൽ ഹാഡ്. ഓക്കെ. സോ എ ഡ്രഗ് യൂസേഴ്സ് വേ ഓഫ് ലൈഫ് ഡാഷ് ഹിം മോർ സസ്പെക്റ്റബിൾ ടു ന്യൂമോണിയ, ട്യൂബർക്യുലോസിസ്, മാൽന്യൂട്രീഷൻ ആൻഡ് വെയിറ്റ് ലോസ്. സോ എ ഡ്രഗ് യൂസേഴ്സ് വേ ഓഫ് ലൈഫ്. യൂസേഴ്സ് എന്ന് പറയുമ്പം യൂസർ ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്. യൂസർ ഇസ് സിംഗുലർ, യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഇങ്ങനാണ്, യെസ് അല്ലേ. സോ യൂസേഴ്സ് വേ ഓഫ് ലൈഫ്, ഒരാളുടെ എന്ന് കാണിക്കുന്ന യൂസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, മേക്സ് ആണ് വരിക. ഒരാളുടെ ജീവനെ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിക്കും എന്ന് പറയുന്നതിനാണ്. അതുകൊണ്ട് അത് സിംഗുലർ ആയതുകൊണ്ട് മേക്സ് വരും. സോ ഓർത്തിരിക്കുക, ഹി, ഷീ, ഇറ്റ് സിംഗുലർ നൗൺസ് ആണെങ്കിൽ ഹാസ്, ആൻഡ് ഐ, യു, വി, ദേ പ്ലൂറൽ നൗൺസ് ആണെങ്കിൽ ഹാവ്. ഓക്കെ, അത്രയും ഓർത്തിരിക്കുക. അതേപോലെ മേക്കും മേക്സും ഡസിൻ്റെ ഇതൊക്കെ വരുന്നത് വേർബ്. അത് എക്സാമിൻ്റെ ഈ സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. സിംഗുലർ ആണെങ്കിൽ ഹാസ് പോലെ തന്നെ മേക്സ് ആക്കുക, പ്ലൂറലോ അല്ലെങ്കിൽ ഐ, യു, വി ഫസ്റ്റ് പേഴ്സൺ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ മേക്ക് ആക്കുക. ഇതേപോലുള്ള പൊടിക്കൈകൾ വേണം എക്സാമിൻ്റെ തലേ ദിവസം. അല്ലാതെ ഗ്രാമർ പഠിച്ച് അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട. പൊടിക്കൈകളിലൂടെ എക്സാമിൻ്റെ തലേ ദിവസം സ്കോർ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അത്രയും ഓക്കെ ആണല്ലോ അല്ലേ. സോ അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്ട് ആയിട്ടുള്ള ഒരെണ്ണമാണ് ബ്ലർബ് റൈറ്റിംഗ് എന്നുള്ളത്. എന്താണ് ബ്ലർബ് എന്നുള്ളത്? നല്ല രീതിയിൽ മിസ് ബുക്സ് ഒക്കെ എടുത്ത് കാണിച്ച് പഠിപ്പിച്ചു തന്നത് ഓർമ്മയുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? Okay. Imagine that you have become a popular writer. After finishing her anecdote, Horagalu and some other stories, Sudha Murthy wishes to publish them as a book. She requests you to write a blurb for it. Prepare the blurb. ഇവിടെ blurb എന്ന് പറയും, ഈ ഒരു ക്വസ്റ്റിൻ്റെ ഫോമാറ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഞാൻ ടൈപ്പ് ചെയ്തതല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതേപോലെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. സോ ഇറ്റ്സ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ. ആൻഡ് എന്താണ് ഒരു blurb തയ്യാറാക്കുക? മിസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ബുക്ക് എടുക്കുമ്പോൾ ആ ബുക്കിൻ്റെ ബാക്ക് കവർ പേജിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസിനെയാണ് blurb എന്ന് പറയുക. അതിനൊരു പ്രത്യേകിച്ചൊരു ഫോമാറ്റ് ഇല്ല. ഓരോ ബുക്ക് എടുക്കുമ്പോൾ ഒരു 5 ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 ബുക്കിൻ്റെ ബ്ലർബ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലത് അതിനെക്കുറിച്ച് ഒപ്പീനിയൻസ് ബാക്കിയുള്ളവർ പറഞ്ഞതായിരിക്കും, ചിലതിൽ ഓഥറിനെ കുറിച്ച് മാത്രമായിരിക്കും, എന്നാൽ വേറെ ചിലതിൽ സമ്മറി ഓഫ് ദ സ്റ്റോറി ഓർ നോവൽസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. അതായത് ഇറ്റ് ചേഞ്ചസ്, അതിനൊരു ഡയറക്റ്റ് ഫോമാറ്റ് ഇല്ല. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബ്ലർബ് എഴുതുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മാക്സിമം അട്രാക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. കാരണം ബ്ലർബിന്റെ എന്തിനാണ്, വൈ ഡു വി റൈറ്റ് എ ബ്ലർബ്? വി ഷുഡ് ഏർൻ സംവൺ ടു റീഡ് ദാറ്റ് ടെക്സ്റ്റ് ഓർ ടു ബൈ ദാറ്റ് ടെക്സ്റ്റ് ബുക്ക്. ഒരാൾ ഒരു ബുക്ക് കടയിൽ ചെന്നിട്ട് ഒരു റാൻഡം പിക്കിൽ ഒരു ബുക്ക് എടുക്കുമ്പോൾ ആദ്യം അതിൻ്റെ ബാക്ക് സൈഡ് ആണ് നോക്കുക അല്ലേ, ഇതെന്താണെന്നുള്ളതിന്. അത് കുറച്ച് എക്സൈറ്റഡ് ആണ്, അതിൽ കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കണം എന്ന് തോന്നുമ്പോഴാണ് വായിക്കുക. സോ ആ ഒരു രീതിയിൽ ഒരു ട്രിക്കി നേച്ചറിൽ വേണം എപ്പോഴും ബ്ലർബ് ഉണ്ടാക്കാൻ. ഓക്കെ ആണല്ലോ? ഇതിനു മുൻപ് വന്ന ക്വസ്റ്റ്യൻസ് ആണോ? അതേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതേപോലെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ വൈൽ റൈറ്റിംഗ് എ ബ്ലർബ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. ഡിസ്കഷൻ ഓഫ് എ ബുക്ക് ഓൺ ഇറ്റ്സ് ബാക്ക് കവർ. ബാക്ക് കവറിൽ ആ ബുക്കിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ബ്ലർബ് എന്ന് പറയുക. സോ ഇറ്റ് ഷുഡ് ഓപ്പൺ വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെന്റ്. ബ്ലർബിനെ പറ്റി മാമിൻ്റെ ഷോർട്ട് കണ്ടു, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതും. ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു, അല്ലാതെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബുക്ക് എടുത്തിട്ട് അതിന് മുന്നേ ഉള്ളതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലർബ് എന്താണെന്നുള്ളത്. ലാസ്റ്റ് മാരത്തോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ശരിക്കും ബ്ലർബും കൊണ്ടുവന്നിട്ട് മിസ് ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പോയി കാണണേ, എല്ലാവരും കാണണം കേട്ടോ. ഓക്കെ, എക്സാം എഴുതുന്നതിന് മുന്നേ കാണണേ. ഓക്കെ, സോ ഓപ്പൺസ് വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെന്റ്. ക്യാച്ചി സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. എല്ലാവർക്കും എന്താണ് ഒരു ഇൻട്രസ്റ്റ് തോന്നണം, എന്തോ ഒരു സാധനം ഒളിഞ്ഞ കിടപ്പുണ്ടെന്നുള്ള ഒരു തോട്ട് തരണം. urges the reader to buy or read the book. അത് വായിക്കണം അല്ലെങ്കിൽ അത് വാങ്ങണം എന്ന് മനുഷ്യനെ അല്ലെങ്കിൽ ആ റീഡേഴ്സിനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതായത് മാക്സിമം എന്താണ്
എൻ്റർടൈനിങ് അല്ല, പകരം ക്യാച്ചി ആക്കുക, ഇൻട്രസ്റ്റിംഗ് ആക്കുക. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സാഹിത്യ ഭാഷയുടെ ഒഴുക്കും ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസും ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ഡയറക്റ്റ് ലാംഗ്വേജിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതി. ആൻഡ് ഇറ്റ് ഗിവ്സ് നെസസറി ഇൻഫോർമേഷൻ അബൌട്ട് ദി ഓഥർ, പബ്ലിഷ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ എക്സെട്ര. അതായത് രമണ, നിങ്ങൾ ഒരു ബ്ലർബ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? ക്യാച്ചി സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ചെറിയ ചെറിയ സെന്റൻസ് മതി, പക്ഷെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജ് ആയിരിക്കണം. ഓഥറിനെ കുറിച്ച്, ഇപ്പൊ ഹൊറഗല്ലുവിനെ കുറിച്ചാണെങ്കിൽ സുധാമൂർത്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന 2 to 3 സെന്റൻസസും ഹൊറഗല്ലു സ്റ്റോറി എന്താണെന്നും കൂടെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ സമ്മറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കിയ ബ്ലർബ് അവിടെ സെറ്റാണ്. ഓക്കെ, അത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. എത്ര ചാപ്റ്റർ ഉണ്ട്? യൂണിറ്റ് 1, 2, 3, 4. ഓക്കെ, യൂണിറ്റ് 4 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദെൻ അതാണ്. ദെൻ അടുത്തത് ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ് ഡിബേറ്റ്. ഓക്കെ, യുവർ ക്ലാസ് ഇസ് ഓർഗനൈസിംഗ് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് എഡ്യൂക്കേഷൻ എംപവേഴ്സ് എ സൊസൈറ്റി. റൈറ്റ് 4 points സപ്പോർട്ടിംഗ് ദ സ്റ്റേറ്റ്. സോ എഡ്യൂക്കേഷൻ ഒരു സൊസൈറ്റിയെ എംപവർ ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഡിബേറ്റ് റൈറ്റിംഗ് 2 രീതിയിലാണ്. ഒന്നെങ്കിൽ ഫോർ ദ ടോപ്പിക് ഇത്ര പോയിന്റ്സ് എഴുതുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എഗൻസ്റ്റ് ദ ടോപ്പിക് പോയിന്റ്സ് പറയുമെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ആയിട്ട് തന്നെ ഫോർ ആൻഡ് എഗൻസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുന്നുള്ള രീതിയിലും പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെ എടുത്ത് പറയുന്നുണ്ട് 4 points സപ്പോർട്ടിംഗ് ദ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം പറയാമെന്ന് പറയുന്നുണ്ട്. സോ അതേസമയം ഇപ്പം എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നതോടെ കുട്ടികളിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വൈകുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ അത് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതേ പോയിന്റ് തന്നെ നമുക്ക് എന്താണ് ഫോറും എഗൻസ്റ്റുമായിട്ട് എഴുതാൻ പറ്റും. സോ ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുക. ഇവിടെ തന്നേക്കുന്ന ഒരു എക്സാമ്പിൾ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എ സൊസൈറ്റി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ പോയിന്റ്സ് എഴുതാം. എങ്ങനെയാണ് പോയിന്റ്സ് എഴുതേണ്ടത്? ടീച്ചർ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് പറയാനായിട്ട് 13 ചാപ്റ്റേഴ്സ് ആണ്. യൂണിറ്റ് 1, 2, 3, 4 13 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡൗട്ട് തീർന്നല്ലോ അല്ലേ? ഓക്കെ. Knowledge and skills. Education helps people learn important things and develop useful things. പറയുന്നുണ്ട്. Then better jobs and money. By getting an education എന്ന് പറയുന്നു, individuals can find better jobs and earn more money എന്ന് പറയുന്നുണ്ട്. Understanding and equality പറയുന്നുണ്ട്. എങ്ങനെയാണ്? Education teaches us to understand each other better and promotes equality, so everyone has a fair chance. അതായത് എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് എന്താണ് എഡ്യൂക്കേഷൻ എംപവേഴ്സ് എ സൊസൈറ്റി എന്ന് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് വേണം 4 ടോപ്പിക്സ് എഴുതാൻ. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോളജും സ്കിൽസും എൻഹാൻസ് ചെയ്യും അല്ലേ? ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള യൂസ്ഫുൾ സ്കിൽസും അതനുസരിച്ച് എൻഹാൻസ്ഡ് ആവും. ബെറ്റർ ജോബ്സ് കിട്ടും, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു സൊസൈറ്റിയോട് തന്നെയുള്ള കാഴ്ചപ്പാട് മാറും. നമുക്ക് നല്ല ഇൻകം കിട്ടും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? മണിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇക്വാലിറ്റി, മെൻ ആൻഡ് വുമൻ. നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ഇക്വാലിറ്റി പറയുമ്പോൾ ഏതാണ് മനസ്സിലേക്ക് വരുന്നത്? ഏതാണ്? ദ 3 years ഓഫ് എംപവർമെന്റ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞിട്ടുള്ളത് പോലെ എന്താണ്? എഡ്യൂക്കേഷൻ കൊടുക്കുക, ദെൻ ലേബർ കൊടുക്കുക, ലീഡർഷിപ്പ് കൊടുക്കുക. ഈ 3 കാര്യങ്ങളും കൊടുത്താൽ ഇക്വാലിറ്റി ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇക്വാലിറ്റി. എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് us to understand each other better. പരസ്പരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഓരോരുത്തരുടെ കാലിബർ മനസ്സിലാക്കി ഒരുമിച്ച് വർക്ക് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇംപ്രൂവിങ് ദ വേൾഡ്. ഇത്രയും മാറ്റങ്ങൾ വന്നാൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്തായാലും ആ മാറ്റങ്ങൾ റിഫ്ലക്ട് ചെയ്യും. which is gonna എന്താണ് ഒരു പോസിറ്റീവ് രീതിയിലുള്ള ചേഞ്ച് വേൾഡിൽ കൊണ്ടുവരാൻ it really helps a lot. And education helps us make good choices for ourselves. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് എന്താണ് ഡിസിഷൻ മേക്കിംഗ് പവറും കൂടെ അതെന്താണ് സ്ട്രോങ് ആക്കും അല്ലേ? ആ കമ്മ്യൂണിറ്റീസ് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട്, നമ്മുടെ വേൾഡിന് വേണ്ടിയിട്ട് എല്ലാത്തിനും ബെറ്റർ ആക്കാൻ at the end of the day all we need is education. അറിവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് ദ വേ യു ഹാവ് ടു റൈറ്റ് പോയിന്റ്സ് ഫോർ ഡിബേറ്റ്. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യു ആർ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് ഷഹീൻ മിസ്ട്രി. ഷഹീൻ മിസ്ട്രിയുടെ സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ. യു കുഡ് നോട്ട് അറ്റൻഡ് ഹർ class for 2 weeks as you were COVID positive. Prepare an email to your teacher explaining your condition and inability to attend the class. ഇത് മിസ്സിൻ്റെ വകയുള്ള ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അതാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഷഹീൻ മിസ്ട്രിയുടെ സ്റ്റുഡൻ്റ് ആണ്. കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് 2 ആഴ്ചയായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ലെറ്റർ അല്ല, ഇമെയിൽ അയക്കാനാണ്. ഡ്രാഫ്റ്റ് ഒരു ഇമെയിൽ പറയുന്നുണ്ട്. സോ ഇമെയിലിൻ്റെ ഫോമാറ്റ് വരുമ്പോഴത്തെ എങ്ങനെയാണ്? എന്തൊക്കെയാണ് നമ്മളൊരു ഇമെയിൽ എടുക്കുമ്പോൾ കാണുക? ഫ്രം കാണും,
ടു കാണും, CC കാണും, BCC കാണും, സബ്ജക്റ്റ് കാണും, സല്യൂട്ടേഷൻ കാണും, സർ ഓർ മാഡം എന്നുള്ളത് കാണും, കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യും, റിഗാർഡ്സ് പറഞ്ഞിട്ട് നെയിമും ഉണ്ടാകും അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാകുക. പിന്നെ നമുക്കറിയാം ഒരു മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ തന്നെ നമ്മുടെ ഫ്രം അഡ്രസ്സ് ഉണ്ടാകും. അതുകൊണ്ട് അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ടു അഡ്രസ്സ് അവിടെ കിടന്നോട്ടെ. CC BCC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ടൂവും കൂടെ CCയും കൂടെ അറ്റാച്ച് ചെയ്താൽ നല്ല കാര്യം. യു നോ അബൌട്ട് ദ ഫോർമാറ്റ് ഓഫ് ദിസ് ഇമെയിൽ എന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാകും. സോ ടു അഡ്രസ്സ് എഴുതുമ്പം എങ്ങനെ വേണം എഴുതാൻ? രഞ്ജുഷ ഞാൻ കുറേ നേരമായിട്ട് പിടിച്ചിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ അലക്സ് ABC നഗർ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞിട്ട് നഗറിൻ്റെ ആണോ? ഇമെയിൽ ആണ്, മാറിപ്പോരുത്. അഡ്രസ്സ് എന്ന് കാണുമ്പോൾ അതനുസരിച്ച് പോരുത്. ഇപ്പം ഒരു പേരെഴുതിയിട്ട് @gmail.com അഡ്രസ്സ് ഇമെയിലിന് വരുമ്പം gmail.com എഴുതാൻ വിട്ടു പോകരുത്. സോ ദിസ് ഈസ് ദ വേ യു ഹാവ് ടു റൈറ്റ് ആൻ ഇമെയിൽ. ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. 2CC ഫ്രമും ടൂവും ഇല്ലെങ്കിലും കുഴപ്പമില്ല. 2CC സബ്ജക്റ്റ് എന്തിനാണ് എഴുതുന്നത് എന്നുള്ള രീതിയിൽ എഴുതുക. സർ മാഡം വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് പറയുക. ഇവിടെ എന്താണ് പറയുന്നത്? ഷഹീൻ മിസ്ട്രിയുടെ സ്റ്റുഡൻ്റ് ആണ്. കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് 2 weeks ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഹൗ ഡു യു പ്രിപ്പയർ ഹിസ് ബോഡി? എങ്ങനെയാണ് പറയുക? കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് മിസ് തന്നിരിക്കുന്നത് അല്ലേ. ഐ ഹോപ്പ് യു ആർ വെൽ. ഐ വാണ്ടഡ് ടു ലെറ്റ് യു നോ ദാറ്റ് ഐ ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ COVID-19 റീസെൻ്റ്ലി ആൻഡ് ആസ് എ റിസൾട്ട് ഐ കുഡിൻറ്റ് അറ്റൻഡ് ക്ലാസ്സസ് ഫോർ ദ പാസ്റ്റ് 2 weeks. മാമിന് സുഖമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറഞ്ഞോളട്ടെ. വൈ ഐ ഹാവ് ബീൻ ടെസ്റ്റഡ് അല്ലേ. ദാറ്റ് ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ എന്താണ് COVID-19 റീസെൻ്റ്ലി ആൻഡ് ആസ് എ റിസൾട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ ക്ലാസ് ഫോർ 2 weeks. കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഐ ഹാവ് ബീൻ ഫോളോയിങ് ഹെൽത്ത് ഗൈഡ് ലൈൻസ്, ഐസൊലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് ടേക്കിംഗ് നെസസറി പ്രിക്കോഷൻസ്. കോവിഡ് കാലത്ത് നമ്മൾ അതിജീവിച്ചതാണ്. അപ്പോൾ ഈ ഐസൊലേഷൻ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡ് തുടങ്ങിയ വേർഡ്സ് ഒന്നും കേട്ടാൽ നമ്മൾ പേടിക്കില്ല. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതുകൊണ്ട് ഐസൊലേഷനിലായിരുന്നു. 2 weeks ആയിരുന്നു. ദെൻ ദീസ് ആർ അറ്റാച്ച്ഡ് ആർ മൈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ടെസ്റ്റ് റിസൾട്ട്സ് ഫോർ യുവർ റെഫറൻസ്. ടീച്ചറിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നതൊക്കെ എന്താണ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ എന്താണ് നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ അല്ലേ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇമെയിൽ ചെയ്യുന്നത്. സോ അപ്പോളജൈസ് ഫോർ എനി ഇൻകൺവീനിയൻസ് ആൻഡ് ഐ എം കമ്മിറ്റഡ് ടു ക്യാച്ചിങ് അപ്പ് ഓൺ മിസ് വർക്ക് വൺസ് ആൻഡ് വെൽ. എന്താണ് പറയുന്നത്? എൻ്റെ എന്തെങ്കിലും ഒരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ ഒരു ട്രബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഫോർ ഇറ്റ് ആൻഡ് ഞാൻ മിസ്സായിട്ടുള്ള ക്ലാസ് എല്ലാം ഞാൻ ക്യാച്ചപ്പ് ചെയ്തോളാം. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ദർ ആർ എനി പ്രൊസീജിയേഴ്സ് ഓർ ഡോക്യുമെൻറ്റ്സ് നീഡ് ഫ്രം മൈ എൻഡ്. ഞാനായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ആൻഡ് താങ്ക് യു ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ബെസ്റ്റ് റിഗാർഡ്സ് നെയിം എഴുതിയാൽ ഇമെയിൽ സെറ്റ് ആവും. സോ ഇവിടെ ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റ് തന്നു കഴിഞ്ഞു. ഇതുപോലുള്ള ഒരു സിറ്റുവേഷനാണ് ഇമെയിൽ ഉണ്ടാക്കേണ്ടതെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം ബോഡി ഉണ്ടാക്കാനുള്ളതും പറഞ്ഞല്ലോ. സോ ഇമെയിൽ സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് കാണിച്ചാൽ എന്നാലല്ലേ മിസ്സിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. സോ ഇനി നമ്മൾ പോകുന്നത് Nomita is infuriated by the behavior of Ajit. She feels pity for her mother and herself. She writes a letter to her mother revealing the real nature of Ajit. Prepare the letter. നോമിത അല്ലേ ആശാ പൂർണ ദേവിയുടെ മാഷ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. നോമിത അവിടെ ഫെഡപ്പ് ആണല്ലേ. ലൈഫ് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് താഴ്ത്തിക്കെട്ടുള്ള പറച്ചിൽ ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുന്ന നോമിത ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആകുകയാണ്. അമ്മയെക്കുറിച്ച് ഓർത്തിട്ടും നോമിതയെക്കുറിച്ച് ഓർത്തിട്ടും ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഈ അമ്മ കാണുന്ന അമ്മയല്ല ശരിക്കുള്ള അജിത്ത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കണം. സോ ഒരു ലെറ്റർ എഴുതാനാണ് പറയുന്നത്. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നോമിത എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പറിന് കൊടുക്കുന്ന കംപ്ലൈൻറ്റ് ലെറ്റർ അല്ല, അമ്മയ്ക്ക് അയക്കുന്ന ലെറ്ററാണ്. റിലേറ്റീവ്സിനോ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ എഴുതുന്ന ലെറ്റർ എന്താണ്? ഇൻഫോർമൽ ലെറ്ററാണ്. സോ ഇൻഫോർമൽ ലെറ്ററിന് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രം അഡ്രസ്സ് ആരാണ് എഴുതുന്നതെന്നുള്ളത്. ഇപ്പം നോമിതയുടെ ആണെങ്കിൽ എവിടെയാണ് വീട് എന്നുള്ളത് എഴുതുക. ഡേറ്റ് 23 November 2023 എന്നുള്ള രീതിയിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഡിയർ മോം, ഡിയർ മോമി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം പറയുക. അത് ഞാൻ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് വിട്ടു തന്നിരിക്കുന്നു. കാരണം ഇൻഫോർമൽ ലെറ്ററൊക്കെ നിങ്ങളവിടെ നോമിത ആകണം. നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ലെറ്റർ അയക്കുന്നത് പോലെ അത് കണ്ടിട്ട് അത്രയും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പഠിച്ച് രസിച്ച് രസിച്ച് പഠിക്കാനുള്ളതാണ് അല്ലേ. എല്ലാം അങ്ങോട്ട് സ്പൂൺ ഫീഡ് ചെയ്താന്ന് ഒരു രസമില്ല. കുറച്ച് പോയിന്റ്സ് ഒക്കെ മിസ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫോർമൽ ലെറ്ററിലായിരുന്നെങ്കിൽ മിസ് കുറച്ച് ഹെൽപ്പ് ചെയ്യായിരുന്നു. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയായിരിക്കും ഡിസ്കസ് ചെയ്യുക? മോമി ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ
എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം. റീസെൻ്റ്ലി ഐ ഹാവ് ബീൻ വെരി ഡിപ്രസ്ഡ്, അങ്ങനെയുള്ള രീതിയിൽ ഒരു സൂചന കൊടുക്കാം. ആൻഡ് ഐ എം നോട്ട് ലീഡിങ് എ ലൈഫ് ആസ് യു തിങ്ക്, ഇറ്റ്സ് റിയലി എ പത്തറ്റിക് കണ്ടീഷൻ ഓവർ ഹിയർ എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. ഇതുപോലുള്ള ഹിൻസ് മാത്രമേ മിസ് ഇട്ട് തരുള്ളൂ. അത് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഇമാജിനേഷൻ വർക്കൗട്ട് ചെയ്യുക, അത് ബെസ്റ്റ് ആക്കാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഒന്നല്ല, യുവേഴ്സ് ലവിങ്ലി പറഞ്ഞിട്ട് നോമിത എന്ന് പറഞ്ഞാൽ എന്താകും, എന്തായി മാറും? അതൊരു ഇൻഫോർമൽ ലെറ്റർ ആയിട്ട് മാറും. സോ ഫോർമൽ ലെറ്ററിന് ഫ്രം, ഡേറ്റ്, ടു, സബ്ജക്ട്, സല്യൂട്ടേഷൻ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നെയിം, സിഗ്നേച്ചർ ആണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്രമും ഡേറ്റും സല്യൂട്ടേഷൻ കഴിഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ഫോർമൽ ലാംഗ്വേജ് ഒന്നും വേണ്ട, എങ്ങനെയാണോ ഒരു അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് അതേ രീതിയിൽ പറഞ്ഞിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി പറഞ്ഞ് നെയിം എഴുതി കഴിഞ്ഞാൽ ഇൻഫോർമൽ ലെറ്റർ സെറ്റായി. സോ ഫോർമൽ ലെറ്റർ ആണെങ്കിലും ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിലും ഫോർമാറ്റിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫോർമൽ ലെറ്ററിൽ കുറച്ച് ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കണം, ഇൻഫോർമൽ ലെറ്ററിൽ ആസ് യു വിഷ്. ഓക്കെ, ഇമാജിനേറ്റീവ് ലെവൽ അങ്ങ് വർക്കൗട്ട് ചെയ്ത് അങ്ങ് മിന്നിച്ചേക്കണം. ഓക്കെ, സെറ്റാണല്ലോ? Okay, so then we have dangers of drug abuse by Hardin Blair Jones focuses on the effects of drugs on the brain and body, but you recognize its effects on society to write an essay on drug abuse and impacts on society. So ഇതിൽ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യനിൽ ഒന്നാണ്. കാരണം നമ്മൾ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഹാർഡിൻ ബി ജോൺസിൻ്റെ പഠിച്ചു. ഫസ്റ്റ് യൂണിറ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് യൂണിറ്റ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ തേർഡ് യൂണിറ്റിൽ ദീദി ആണെങ്കിൽ പോലും എന്താണ്, വിമൻ എംപവർമെൻ്റ് ആണ് കാണിക്കുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് മാറ്റി മറിച്ച് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ റൈറ്റിംഗ് വരാം, പാരഗ്രാഫ് വരാം, ലെറ്റർ വരാം, ലെറ്റർ ടു ദി എഡിറ്റർ, വിമൻ എംപവർമെന്റിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം, അതേപോലെ എസ് എ വരാം. എസ് എക്കൊക്കെ ഇത് രണ്ടും മാറി മറിച്ചും പഠിച്ചു വെച്ചാൽ ആ മാർക്സ് എല്ലാം നമുക്ക് സെറ്റാണ് കേട്ടോ. സോ ഇവിടെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിനെ വെച്ചിട്ട് എസ് എഴുതാനാണ് പറയുന്നത്. ഇറ്റ്സ് അബ്യൂസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി പറയുന്നുണ്ട്. സോ കുറച്ച് പോയിന്റ്സ് ആയിട്ട് മിസ് വരുന്നിട്ടുണ്ട്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ എന്തൊക്കെയാണ് ബോഡിയിൽ അത് ഉണ്ടാക്കുന്ന എഫക്ട്സ്? ഹാംസ് ഓർഗൻസ് ലൈക്ക് liver, kidney and heart നമ്മൾ പഠിച്ചു കഴിഞ്ഞു. weakens the immune system, making you more prone to sickness, causes breathing problems and heart related issues. ഇതാണ് ബോഡിയിൽ ഫിസിക്കൽ ലെവലിൽ വരുന്നത്. മൈൻഡ് എഫക്ട്സിലേക്ക് വരികയാണെങ്കിൽ it impairs memory, attention and clear thinking, then increases the risk of mental health problems like anxiety and depression, can lead to the addiction, making it hard to stop ആകാം. then behavioral changes വരുമ്പോഴത്തേക്ക് alters behavior, causing irritability and mood swings, can lead to social isolation and strained relationship etc. അതായത് നമ്മൾ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണെങ്കിൽ ഇതെന്താണ്, പോയിന്റ്സ് മാത്രമാണ് അല്ലേ. ഇതിനെ ഇലോബറേറ്റ് ചെയ്തിട്ട് ദിസ് ഇസ് ദ വേ, ദിസ് ഇസ് ദി എക്സാക്ട് വേ യു ഹാവ് ടു വർക്ക് ഓൺ ദ പോയിന്റ്സ് എന്നുള്ളതാണ് മിസ് കാണിച്ചു തന്നത്. ആർട്ടിക്കിൾ റൈറ്റിംഗ് ആകുമ്പോഴത്തേക്ക്, ആർട്ടിക്കിൾ അല്ലേ എസ് എ ആണല്ലേ, എസ് എ ആകുമ്പോഴത്തേക്ക് ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, എസ് എ എത്ര പാരഗ്രാഫ് വേണമെന്ന് ലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്. ലച്ചുകുട്ടി എത്ര എഴുതണം എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 8 മാർക്സ് ആയിരിക്കുമല്ലോ, 1 പേജിന് മുകളിൽ പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പാരഗ്രാഫ് വേണം, കൺക്ലൂഷൻ വേണം. ഇൻട്രൊഡക്ഷനിൽ ഹെഡിങ് കൊടുക്കാൻ മറക്കരുത്. ഹെഡിങ് എന്താണെന്ന് എഴുതിയതിന് ശേഷം വാട്ട് ആർ യു ഗോണ ടോക്ക് അല്ലേ, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, വാട്ട് ഈസ് ദ ടോപ്പിക് യു വാണ്ട് ഡിസ്കസ് എന്നുള്ളതിനെ കുറിച്ച് പറയുക. ഡ്രഗ് അബ്യൂസ് ആണ്. സോ ഡ്രഗ് അബ്യൂസ് ഇസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ്സ് ഓർ ദ worst problems, one of the worst problems that we face today in this modern contemporary world. So it has affected a lot of young generation, even children, our school going kids are becoming victims endana to the endana ingante പ്രശ്നങ്ങൾക്ക് എന്നൊക്കെ രീതിയിൽ പറയാം. അത് കഴിഞ്ഞിട്ട് there are certain problems, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്, പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബോഡി എഫക്ട്സ് പറയാം, മൈൻഡ് എഫക്ട്സ്, അവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഇലോബറേറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ കോസ് ടു ബിഹേവിയറൽ ചേഞ്ചസ്. വാട്ട് ഈസ് ദ റീസൺ, നമ്മൾ പഠിച്ചതല്ലേ ഡ്രഗ്സ് അബ്യൂസ് അല്ലേ, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസിൽ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചതാണ്, എന്തൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. ഈവൻ നൗ നമ്മളത് സമറൈസ് ചെയ്തതാണ്. ഈവൻ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസ്, ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാകും. വൺ ഫീൽസ് ലൈക്ക് ഹി ഓർ ഷീ ഈസ് ഡെഡ് ഇൻസൈഡ് എന്നൊരു തോട്ട് വരും. ആൻഡ് ബാക്കിയുള്ളവരെ കാണുമ്പോൾ വി ആർ നോട്ട് ഏബിൾ ടു അനലൈസ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഇസ്. എന്തൊക്കെയോ മിമിക്രി കാണിക്കുന്ന കുറച്ച് സെൻട്രൽ ഡ്രഗ്സ് പ്ലേ ചെയ്യുന്നതിൻ്റെ വിക്റ്റിമായിട്ട് കാണിച്ചു കൂട്ടാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് എഴുതുകയാണെങ്കിൽ അതും സെറ്റാണ്. ഓക്കെ, സോ അറ്റ് ലാസ്റ്റ് എങ്ങനെയൊക്കെ എഴുതാം, സ്റ്റേയിങ് അവേ ഫ്രം ഡ്രഗ്സ് ആൻഡ് സീക്കിംഗ് ഹെൽപ്പ് ഇഫ് നീഡഡ് ഇസ് ക്രൂഷ്യൽ ഫോർ എ ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ്. ഒരു രീതിയിൽ ഒരു സൊല്യൂഷൻ പോലെ അല്ലേ.
അതല്ലാതെ സൊല്യൂഷൻ എന്നൊക്കെ പറയാം, ഗവൺമെന്റിന്റെ റോള് പറയാം, അതേപോലെ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം, സ്കൂൾ ലെവൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം, യങ് ജനറേഷനെ കൂടുതൽ അവെയർ ആക്കുക, ആ ഒരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ, പ്രോബ്ലം എന്താണെന്ന് പറയുക, ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പ്രോബ്ലം എന്താണെന്ന് പറയുക, അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് പറയുക, അതിന്റെ സൊല്യൂഷൻസ് പറയാം. ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്താണ്, ഒരു ഒപ്റ്റമിസ്റ്റിക് ലെവലിൽ നമ്മൾ ഒരിക്കലും ഹോപ്പ് കൈവിടരുത്. ആ ഒരു ശുഭപ്രതീക്ഷയിൽ ആർട്ടിക്കിൾ ആയിക്കൊള്ളട്ടെ, എസ് ആയിക്കൊള്ളട്ടെ, സ്പീച്ച് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ആ ഒരു നല്ല രീതിയിൽ എൻഡ് ചെയ്യാനും കൂടെ പറ്റുകയാണെങ്കിൽ, ഒരു നല്ല രീതിയിൽ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് ആണ് ഇതിലെല്ലാം നോക്കുന്നത്, ആൻഡ് യൂസേജ് ഓഫ് കറക്റ്റ് ലാംഗ്വേജ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാർക്ക് എല്ലാം അവിടെ സെറ്റായി കഴിയും. ഓക്കെ ആണല്ലോ അല്ലേ? ഈ നോട്ട്സ് കിട്ടുമെന്ന് ഉറപ്പായിട്ടും കിട്ടും, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിട്ടും കേട്ടോ, എല്ലാം കിട്ടുന്നതായിരിക്കും. സോ ദിസ് ഈസ് ദ വേ യു നീഡ് ടു അറ്റൻഡ് ആൻ എസ്സേ ഓൾസോ. സോ ഇത്രയാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്തു, യൂണിറ്റ് 1, 2, 3 ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നാളെ ഇനി ഇതെല്ലാം പോളിഷ് ചെയ്യാനായിട്ട് ബൂസ്റ്റർ ക്ലാസ്സിൽ കൃത്യം 6 മണിക്ക് മിസ് വരുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് പോസിബിൾ ക്വസ്റ്റ്യൻസ്, ഗ്രാമർ കുറച്ച് ഡിസ്കസ് ചെയ്തു, ഫോർമൽ ലെറ്റർ, സ്പീച്ച്, ദെൻ എസ്സേ, ആർട്ടിക്കിൾ, ഇഡിയംസ്, ആസിഫ് പോലുള്ള ക്ലോസസ്, ഇൻഫോർമൽ ലെറ്റർ പറഞ്ഞു, ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ചും കൂടെയുള്ള ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് തന്നിട്ട് നിങ്ങളെ മടുപ്പിക്കുന്നില്ല. ബാക്കി ബൂസ്റ്റർ ഡോസ് ഏറ്റവും ഉറപ്പായിട്ട് വരുന്നുള്ള ക്വസ്റ്റ്യൻസും ഇത്രയും ഉള്ളത് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. വന്നിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും എന്താണ് ഇതിന് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നാളെ ബൂസ്റ്റർ ഡോസിൽ ബൂസ്റ്റ് കൊണ്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ കാണുക. ആൻഡ് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ്, വാല്യുബിൾ കമൻസും കൂടെ കമൻറ്റ് സെക്ഷനിൽ എന്നെ വന്ന് അറിയിക്കണം കേട്ടോ. കാരണം ക്ലാസ് എടുക്കുന്ന തിരക്കിൽ ചിലത് ഞാൻ മറന്നുപോയി. ഡേഞ്ചേഴ്സ് എല്ലാം ഒറ്റ പേജിലുള്ളത് കണ്ടപ്പോൾ തന്നെ പഠിക്കാൻ ഈസി ആവണ പോലെ, അതേപോലുള്ള എല്ലാ ടിപ്സും ട്രിക്സും ആയിട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത്? ഇതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആക്കും നാളത്തെ ബൂസ്റ്റർ ക്ലാസ്സിൽ. കാരണം അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എക്സാം ഹോളിലേക്കാണ് അല്ലേ. സോ മോസ്റ്റ് എന്താണ് ചോദിക്കുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇനിയും ബൂസ്റ്റർ ഡോസിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. ആരും ടെൻഷൻ അടിക്കേണ്ട, റിലാക്സ് ചെയ്ത് കാമായിട്ട് സന്തോഷത്തോടെ പോയി എക്സാം ചില്ല് ചെയ്ത് എഴുതിയിട്ട് വാ കേട്ടോ മക്കളെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നാളെ വീണ്ടും കാണാം. ആൻഡ് ഗുഡ് നൈറ്റ്, ബൈ.